പള്ളിയിൽ നമ്മൾ നിർവഹിക്കുന്ന 5 നേരത്തെ നിസ്കാരമോ നമ്മുടെ റമദാനിലെ നോമ്പോ ഉംറയോ ഹജ്ജോ സക്കാത്തോ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇസ്ലാം വ്യാപിച്ചു കിടക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാകെയും. പള്ളിയിൽ വളരെ ഭക്തിയോടുകൂടെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി തേങ്ങിക്കരഞ്ഞ് നിസ്കരിച്ച് സലാം വിട്ട് എഴുന്നേറ്റ് പോരുന്ന ഒരാൾ, അതേ ആൾ ഏതെങ്കിലും ഒരു സമൂഹത്തിന് വാള് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം, അതേ ഒരാൾ വളരെ അച്ചടക്കത്തോടുകൂടെ വസ്ത്രം ധരിച്ച് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നു, ഔറത്ത് മറച്ച് നിസ്കാരം നഷ്ടപ്പെടുത്താതെ ഒരാൾ കളിച്ചു, വല്ല വിരോധമുണ്ടോ? ഒന്നുമില്ല. അതേ മനുഷ്യൻ തൊട്ടടുത്ത സ്കൂളിൽ പോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതേ ആൾ ഒരു സ്വിമ്മിംഗ് മത്സരത്തിൽ അച്ചടക്കമുള്ള വസ്ത്രം ധരിച്ച് നീന്തി മത്സരിക്കുന്നു, അതേ ആൾ കച്ചവടം ചെയ്യുന്നു, അതേ ആൾ സമൂഹത്തിന്റെ പാവപ്പെട്ടവരുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി ഓടുന്നു. ഇതൊക്കെ ഇസ്ലാമാണ്. ഇയാൾ ഇടപെടുന്ന ഇതെല്ലാം ഇസ്ലാമിന്റെ വൃത്തത്തിലേക്ക് വരുമ്പോ പുണ്യകരമാണ്, ഇബാദത്താണെന്നാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ബന്ധുവാണല്ലോ, കസിനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളിയിൽ ഒരു നിസ്കാരത്തിന്റെ കൂലി 1000 മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇവിടങ്ങളിലൊക്കെ ചെല്ലാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് എമ്പാടും തരട്ടെ. ആ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഇഅ്തികാഫ് ഇരിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന തങ്ങളുകുട്ടി, സയ്യിദാണവര്. ആ സയ്യിദിനെ കാണുമ്പോഴാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും, വളരെ ചെറുപ്രായമാണ്, ആ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുത്തിയിട്ട് പറയും, ഹകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുഞ്ഞാണെന്നറിഞ്ഞാൽ ഇങ്ങനെ കൈമുത്തണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് എന്നവരുടെ കൈ പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറയാറുണ്ട്. ചെറിയ കുട്ടിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുമ്പോൾ 20-ൽ താഴെയാണ് പ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. പക്ഷേ ആ കുട്ടിയെ കാണുമ്പോ കൈപിടിച്ചു മുത്തും. അതുകൊണ്ടാണ് നമ്മൾ സയ്യിദന്മാരുടെ കൈപിടിച്ചു മുത്തുന്നത്. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അങ്ങനെയാണ്. ഹകദാ ഉമിർനാ അൻ നഫഅല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിലെ ഒരു രംഗത്തെ കണ്ടാൽ, ഒരു സയ്യിദിനെ കണ്ടാൽ അവരുടെ കൈ പിടിച്ചിങ്ങനെ മുത്തണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടുവെന്ന് പറയുന്നത് സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ആരാ കൽപ്പിച്ചിട്ടുണ്ടാവുക? ആരാ അത് പറഞ്ഞു കൊടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ആ സയ്യിദാണ് മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നത്. പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരുന്നു, മുഖത്ത് വല്ലാത്ത ഖേദമുണ്ട്, എന്തോ സങ്കടമുള്ള വിഷയമുണ്ടായിട്ടുണ്ട്. വളരെ ഖിന്നനായി ദുഃഖിതനായി അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ ഇഅ്തികാഫിലിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ഫുലാൻ അറാക മുക്തഇബൻ ഹസീനാ. മുഖത്തെന്തോ സങ്കടമുണ്ടല്ലോ. ഒരു സയ്യിദ് ചോദിക്കുകയാണ്, ഒരു തങ്ങളുകുട്ടി ചോദിക്കുകയാണ്, സങ്കടമുണ്ടല്ലോ, മുഖത്ത് എന്തോ വിഷമം തോന്നുന്നുണ്ടല്ലോ. അറാക മുക്തഇബൻ കഈബാ ഹസീനൻ. സങ്കടമുണ്ടോ? എന്തെങ്കിലും വിഷമമുണ്ടോ? നഅം യബ്ന അമ്മി റസൂലില്ലാഹ് علي لفلان حق ولا وحرمة صاحب هذا القبر ما قدر عليه. ഇബ്നു അബ്ബാസ് എന്ന തങ്ങളുകുട്ടി, തങ്ങളെ സയ്യിദ് എന്നവരെ, ആരാണോ ഈ ഖബറിൽ കിടക്കുന്നത് ആ സയ്യിദിന്റെ, ആ ഹബീബായ നബിയുടെ പരിശുദ്ധിയെ മുൻനിർത്തി ഞാൻ പറയട്ടെ, ഞാൻ ആർക്കോ ചില കടപ്പാടുകളുണ്ട്, അത് എന്നോട് വിട്ടാൻ കഴിയുന്നില്ല, വലിയ വിഷമത്തിലാണ്. നമുക്ക് കടണ്ടാവില്ല, കടണ്ടാകുമ്പോ അത് വീട്ടേണ്ട സമയമാകുമ്പോ ഒരു ബേജാർ, പടച്ചോനെ സമയമായല്ലോ, നവംബർ 21 തരാന്നാ പറഞ്ഞത്, പടച്ച റബ്ബേ ആയിട്ടില്ലല്ലോ, വിഷമുണ്ടാവും. അല്ലാഹു ആ വിഷമങ്ങളൊക്കെ നമുക്ക് അകറ്റിത്തരട്ടെ, സലാമത്താക്കി തരട്ടെ. കടം വാങ്ങിയിട്ട് മൊബൈൽ ഫോൺ മാറ്റുന്നവരെ പറ്റിയല്ലേ ഈ പറഞ്ഞത്. ഫോണല്ല, നമ്പർ മാറ്റുക, പിന്നെ വിളിച്ചെടുക്കാതിരിക്കുക, അത് ചെയ്യാൻ പാടില്ല. അത്
ആ വിളവൊന്നും അള്ളാൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലേ? അള്ളാഹു പിടിക്കും. കേട്ട കടം വാങ്ങിയാൽ എന്ത് ചെയ്യുക? അവരോട് പറയാം, വിഷമത്തിലാണ്, ഒരല്പം കൂടെ നീട്ടിത്തരുമോ, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾക്ക് വീട്ടിൽ തരാൻ കഴിയുന്നു, പക്ഷേ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, നിങ്ങൾ ഒന്നും ഒരല്പം എനിക്ക് സാവകാശം തരാം. എന്തൊരു റാഹത്തായിരിക്കും. സന്ദർഭികമായിട്ട് പറയാണ്. കടം വാങ്ങിയിട്ട് തിരിച്ചു ചോദിച്ചവനെ കൊല്ലാൻ പോണ കാലാണ് ഇപ്പോൾ. കടം കൊടുത്ത ആള് എടോ ഇതിൻ്റെ അടുത്ത് കടം വാങ്ങിച്ച പൈസ തരാനായല്ലോ, എന്താ തരാത്തതെന്ന് ചോദിച്ചാൽ പിന്നെ അയാൾക്ക് നടക്കാൻ പറ്റൂല നാട്ടിലൂടെ. എന്തൊരു കാലല്ലേ കുറച്ചോനെ. അപ്പം എങ്ങനെ ആൾക്കാർ കടം കൊടുക്കുക? പിന്നെ ആർക്കെയും സഹായിക്കാൻ തോന്നുമോ? അതുകൊണ്ട് നമുക്കൊക്കെ ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്കും പണ്ടെടുത്തിട്ട് ലോൺ സ്വർണ്ണപ്പണയം അല്ലെങ്കിൽ ബാങ്കുകാരുടെ ലോൺ എടുത്തിട്ടൊക്കെ നമുക്ക് ഹറാമിലേക്ക് പോകേണ്ട അവസ്ഥ വന്നത് ഒരുപാട് നന്മ ചെയ്ത ആളുകളോട് നമ്മൾ നന്ദി കേട് കാണിച്ചപ്പോഴാണ്. അപ്പോൾ അള്ളാഹു അതിൻ്റെ നന്മയുടെ വഴികളൊക്കെ അടച്ചു വെച്ചു. നിങ്ങൾക്ക് വേണ്ടാത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇബ്നു അമ്മി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇബ്നു അമ്മായവരെ, എനിക്കൊരാളോടൊരു കടപ്പാടുണ്ട്, അത് ഞാൻ വീട്ടാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കില്ല, എന്തെങ്കിലും ഉപദ്രവം വരുമോ എന്ന് പേടിയുണ്ട്. ആ വിഷമത്തിലാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇഅ്തികാഫിരിക്കുന്ന നേരമാണ്. ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരത്തിന്റെ പുണ്യമുള്ള പള്ളിയല്ലേ മസ്ജിദുൻ നബവി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളി. 1000 എന്തേ 1000 എന്നാവാൻ കാരണം എന്നറിയോ? എന്തേ 1,00,000 അള്ളാഹ് കൊടുത്തുകൂടായിരുന്നോ? മക്കയിൽ 1,00,000 കൊടുത്തുവല്ലോ അള്ളാഹു. അൽ ഹറമുൽ മക്കി, മക്കയിൽ കിടക്കുന്ന ഹറമിൽ ഒരു നിസ്കാരത്തിന് 100,000 1,00,000 നിസ്കാരത്തിന് കൂലി. അള്ളാഹ്ക്കത് 99,999 മദീനത്ത് കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയൂലേ? എന്തേ അള്ളാഹു 1000 ആക്കിയെന്നറിയോ? മദീനത്തേക്ക് നിങ്ങൾ വരുന്നത് സ്നേഹമുണ്ടെങ്കിൽ വന്നാൽ മതി, എന്റെ നബിയോട് ഇഷ്ടമുള്ളവർ വന്നാൽ മതി, കൂലി കിട്ടാൻ കച്ചവടക്കാർ ഇങ്ങോട്ട് വരണ്ട. എങ്ങനെ? വെറും കച്ചവട ലാഭം. ഹജ്ജിന് പോയി നേരെ മക്കത്തുനിന്ന് ജിദ്ദയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഒന്ന് മദീന വരെ പോയിക്കൂടെ? നേരല്ല. എന്തൊരു, ഞാൻ അവരെ ഒന്നും കുറ്റം പറയല്ല, പക്ഷേ സമയമുള്ളവർ പോകാതിരിക്കുന്നത് മിനിമം ഒരു അച്ചടക്ക ലംഘനമല്ലേ? ആരാണ് മക്കയിൽ 1,00,000 കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചത്? ആരാണ് തവാഫ് ചെയ്യാൻ പഠിപ്പിച്ചത്? ആരാണ് സഅയ് ചെയ്യാൻ പഠിപ്പിച്ചത്? ആരാണ് ഉംറയുടെ കൂലി പഠിപ്പിച്ചത്? മഖ്ബൂലായ ഹജ്ജ് ചെയ്താൽ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചത് ആരാണ്? മദീനയിൽ കിടക്കുന്ന രാജകുമാരനല്ലേ, മുത്തുനബിയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോട് സ്നേഹമുണ്ടെങ്കിൽ ഒന്നവിടം വന്നിട്ട് ഹബീബിന്റെ റൗളയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് സലാം പറയണ്ടേ? അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അങ്ങനെ ഒരു സലാം പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നോ ശിർക്ക് സംഭവിക്കുമെന്നോ മുസ്ലിമായ ഒരു കുട്ടിക്കും പറയാൻ കഴിയില്ലല്ലോ. എന്തേ അത് ചെയ്യാതെ പോരുന്നത്? എന്റെ നബിയോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഇത് സ്നേഹമുള്ള സ്ഥലമാണ്. സ്നേഹമുള്ളവർ സ്നേഹിതന്മാരെ കാണാൻ വരുന്ന സ്ഥലമാണിത്. മെഹബൂബ, എന്റെ നബിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ പൊയ്ക്കോ, അവിടെ 1000 ഉള്ളൂ. അള്ളാഹുവിനെ തരാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ സ്വർഗത്തിന്റെ ഒരു കഷ്ണം അവിടെ കൊടുത്തുപോയിട്ടുണ്ട് അള്ളാഹു. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടെന്ന് ഞാൻ പുറത്തിറങ്ങി മസ്ജിദിലേക്ക് നടക്കുന്ന മുസല്ലക്കിടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ കഷ്ണമാണെന്ന് മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ഇഅ്തികാഫ് ഇരിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റൗളയാണ്. സുന്നത്ത് നിസ്കരിക്കാൻ പോയാൽ അവിടെ ആൾക്കാർ എഴുന്നേറ്റ് കൊടുക്കൂല. ശ്രദ്ധിച്ചിട്ടില്ല? മദീനത്തേക്ക് പോയവരൊക്കെ എഴുന്നേറ്റ് കൊടുക്കണം എന്നാണ്. പ്രായമുള്ളവരൊക്കെ ഉണ്ടാവൂലേ, ചെറിയ ഒരു ദിവസത്തെ 2 മണിക്കൂർ ഗ്യാപ്പിലൊക്കെ മദീനത്ത് വന്നു പോകുന്നു. ഒരു 2 റക്അത്ത് റോൾ നിസ്കരിച്ച് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. അപ്പൊ അവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ സ്വയം മുതലാക്കുക എന്ന് പറഞ്ഞത് അതിനേക്കാളൊക്കെ കൂലി എഴുന്നേറ്റ് കൊടുക്കലാണ്. അവിടെ കൂലി അതിനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയുമോ? അറാക മുക്തഇബൻ ഹസീന. മുഖത്ത് സങ്കടമുണ്ടല്ലോ, മുഖത്ത് ദുഃഖമുണ്ടല്ലോ സഹോദരാ, എന്തു പറ്റി? ആരാ ചോദിക്കുന്നത്?
ഒരു തങ്ങളായി ചോദിക്കുന്നത്. ആരാണ് തങ്ങൾ? ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവരുടെ പൊന്നുമോൻ അബ്ബാസ് എന്നവരുടെ മകൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മുഖത്ത് സങ്കടം ഉണ്ടല്ലോ, വിഷമുണ്ടോ? അത് റാഹത്തല്ലേ? പള്ളിക്ക് ചെല്ലുമ്പോ അല്ലെങ്കിൽ എവിടെ നിന്ന് കാണുമ്പോ വിഷമുണ്ടോ? ഇതാരും ചോദിക്കൂല. ഉണ്ടെന്ന് പറഞ്ഞാലോ കൊടുക്കേണ്ടി വരൂലേ? അപ്പൊ ചോദിക്കൂല. സുബ്ഹാനല്ലാഹ്, അത്രക്ക് പിശുക്കന്മാരൊക്കെ ആയിട്ടുണ്ടോ? നമ്മളെ ഈ ഭാഗത്തുള്ളവരൊന്നും ആയിട്ടില്ലല്ലോ. ഇല്ല, അൽഹംദുലില്ലാ. ചോദിക്കാം, ഒന്നുമില്ലെങ്കിൽ നല്ല വാക്കെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് തരട്ടെ. വിഷമുണ്ടോ? അള്ളാഹു നിങ്ങളെ കടം വീട്ടി തരട്ടെ. എൻ്റെ അടുത്ത് ഒന്നുമില്ല, അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്തോ റാഹത്താണ്. അത്ര പറയാലോ. ഇബ്നു അബ്ബാസ് എന്നവർ ഇഅ്തികാഫിരിക്കുമ്പോഴായി ചോദിക്കുന്നത്, വിഷമമുണ്ട്, ഞാൻ ഒരാളോടൊരു കടപ്പാടുണ്ട്, അത് വീട്ടാൻ സാധ്യമായിട്ടില്ല, വിഷമമുണ്ട്. എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കേൾക്കണോ? അഫലാ ഉകല്ലിമുഹു ഫീക്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയാളോടൊന്ന് സംസാരിക്കണോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയാളോടൊന്ന് സംസാരിക്കണോ? ആര് ചോദിക്കാൻ? ഈ സയ്യിദ് ചോദിക്കാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഞാൻ വന്ന് സംസാരിച്ചാൽ മതിയോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന ഹബബത്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വലിയ റാഹത്തായിരുന്നു. പണക്കാട് കുടുംബത്തിൽ ചെന്നിട്ട് അവർ ചോദിക്കണം, വല്ല വിഷമുണ്ടോ? ഞാൻ വിളിച്ചു പറയണോ? എന്ത് റാഹത്തായിരിക്കും അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ സയ്യിദന്മാർ, വിശേഷിച്ച് പാണക്കാട് കുടുംബം, അതുപോലെയുള്ള ഒരുപാട് സാദാത്യങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ എന്നും യശസ്സിലും ഇസ്സത്തിലും ഈ ഉമ്മത്തിന് താങ്ങായി അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫൻതഅല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിക്കുകയായി. ثم خرج من المسجد, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ആ മനുഷ്യൻ ചോദിച്ചു, അനസീത മാ കുൻത ഫീഹ്, ഇബ്നു അബ്ബാസ് എന്നവരെ, നിങ്ങൾ ഏതൊരു വിഷയത്തിലായിരുന്നോ പള്ളിയിൽ ഉണ്ടായിരുന്നത്, അത് നിങ്ങൾ മറന്നോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഅ്തികാഫിരിക്കുകയല്ലേ, മറന്നുപോയോ? എന്റെ കൂടെ പുറത്തിറങ്ങി വരികയാണോ? ഇഅ്തികാഫിരിക്കുന്ന ആളുകൾ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ പുറത്തു പോവാൻ പാടില്ലെന്നല്ലേ മസ്അല? എന്തേ നിങ്ങൾ എന്റെ കൂടെ പുറത്തു പോരുകയാണോ? ഇത് പറഞ്ഞപ്പോൾ സയ്യിദീങ്ങളുടെ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞു പോയ സയ്യിദാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. കൊടുത്ത മറുപടിയുണ്ട്. വലാകിന്നി സമിഅതു സാഹിബ ഹാദൽ ഖബ്രി വൽ ലഹദു ബിഹി ഖരീബ്, ഞാൻ മറന്നതല്ല. ആരാണോ ഈ ഖബറിൽ കിടക്കുന്നത്, ആരാണത്? മുത്തുനബിയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ അഹദു ബിഹി ഖരീബ്, ഈ അടുത്തല്ലേ മുത്തുനബി നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളൂ. ആ ഖബറിൽ കിടക്കുന്ന മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജമഅത്ത് ഐനാ, ഇബ്നു അബ്ബാസ് എന്നവരുടെ കണ്ണുകൾ നനഞ്ഞു തുടങ്ങി. എന്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഈ ഖബറിൽ കിടക്കുന്ന മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ മശാ ഫീ ഹാജതി അഖീഹി വബലഗ ഫീഹാ, ഏതെങ്കിലും ഒരാൾ ഒരു പാവപ്പെട്ടവന്റെ, ഒരാവശ്യക്കാരന്റെ വിഷയത്തിന് കൂടെ നടന്നു പോവുകയും ആ വിഷയം അയാൾക്ക് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ, കാന ഖൈറം മിൻ ഇഅ്തികാഫി 10 സിനീൻ, 10 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിരന്തരമായി ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പുണ്യമാണ് വിഷമമുള്ള ഒരാളുടെ കൂടെ നടന്നുപോയി അയാളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതെന്ന് ഈ ഖബറിൽ കിടക്കുന്ന മുത്ത് റസൂൽ എന്നെ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. വമൻ ഇഅ്തകഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരു ദിവസം ആരെങ്കിലും ഇഅ്തികാഫിരുന്നാലോ, എത്രയാ കൂലി? ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി 3 ഖനാദിഖ് അബ്അദ മാ ബൈനൽ ഖാഫിഖൈൻ, കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിലുള്ള അത്രക്ക് വീതിയുള്ള 3 കിടങ്ങുകളാണ് ആ മനുഷ്യന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ഇഅ്തികാഫിരുന്നാൽ അങ്ങനെ
10 വർഷം ഇഅ്തികാഫിരുന്ന കൂലി ഒരു വിഷമമുള്ളവന്റെ കൂടെ നടന്ന് അയാളുടെ പ്രശ്നം പരിഹരിച്ചാൽ കിട്ടുമെന്ന് ഈ ഖബറിൽ കിടക്കുന്ന മുത്തുനബി പറയുമ്പോ നിങ്ങളുടെ വിഷമത്തിലേക്ക് ഞാൻ ഇറങ്ങണ്ടയോ എന്ന് ചോദിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എന്തായി പറയുന്നത്? പള്ളിയുടെ ഉള്ളിൽ ഇബാദത്തുണ്ട്, പള്ളിയുടെ പുറത്തും ഇബാദത്തുണ്ട്. ഈ സേവന പ്രവർത്തനങ്ങളെ ചെറുതല്ല, വലുതാണ്, വലിയ കൂലിയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരിക ഈ ഇഅ്തികാഫിനെക്കാളും 10 വർഷം ഇരിക്കുന്നതിനേക്കാളും കൂലിയുണ്ട്. ഒരാളുടെ ഒരു വിഷയം തീർത്തു കൊടുക്കുന്നത് 100-ലേറെ രോഗികളുടെ വിഷയം ഇവിടെ പരിഹരിച്ചു കൊടുക്കുമ്പോ എത്രയാണ് നമ്മുടെ റിലീഫ് സെല്ലിന്റെ പ്രവർത്തകർക്ക് കിട്ടുന്ന കൂലി? അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന എത്ര ആയിരക്കണക്കിന് വർഷങ്ങളുടെ കൂലിയാണ് കിട്ടാൻ പോകുന്നത്. ഇവരാണ് ഭാഗ്യവാന്മാർ. മുഅ്മിനെ ജീവിതം എന്ന് പറഞ്ഞത് അതാണ്. സുഫിയാനു സൗരി തങ്ങൾ പറയാറുണ്ട്, ഒരാളോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ഉമ്മർ പ്രസവിച്ച നാളു മുതൽ ഇന്നേ വരെ എത്ര തവണ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടെന്ന കണക്കല്ല പറയേണ്ടത്. 20 വയസ്സായെന്നോ 35 40 60 അതിലെന്ത് കഥ? അങ്ങനെ എത്ര മൃഗങ്ങളോട് ജനിച്ചു വളർന്നിട്ടുണ്ട്, എത്ര മൃഗങ്ങളോട് ജീവിച്ചിരിപ്പുണ്ട്. ഒരു മനുഷ്യന്റെ വയസ്സെന്ന് പറയുന്നത് ആ വർഷക്കാലത്തിനിടയ്ക്ക് എത്ര നന്മകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര കാലം നന്മ ചെയ്തു, അതാണ് വയസ്സ്. 15 വയസ്സ് പ്രായപൂർത്തിയായതിന്റെ ശേഷം 2 വർഷമോ 3 വർഷമോ മാത്രം ജീവിച്ചു മരിച്ചു പോകുന്ന എത്രയോ ചെറുപ്പക്കാർ. അവരുടെ റസീദിലേക്ക്, അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന നന്മകൾ ഒരുപക്ഷെ 60 കൊല്ലം ജീവിച്ച ആളിനേക്കാളുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 15 വയസ്സ് ജീവിച്ച മനുഷ്യനാണ് 60 വയസ്സ് ജീവിച്ച ആളെക്കാളും ആയുസ് കിട്ടിയ ആൾ. ആയുസ് എന്ന് പറഞ്ഞത് നന്മയാണ്. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുന്ന നന്മകളാണ്. എത്ര നന്മ ചെയ്യാൻ പറ്റി, അതാണ് ആയുസ്. എത്ര കൊല്ലം ഞാൻ ഇന്നാലിന്ന സ്ഥാപനത്തിന്, ഇന്നാലിന്ന പ്രസ്ഥാനത്തിന് ഞാൻ ദഅവത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതാണ് ജീവിതം. അള്ളാഹു നമുക്കൊക്കെ അർത്ഥമുള്ള ജീവിതമാക്കി തരട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലണം എല്ലാവരും. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആ സ്വലാത്ത് മറന്നോ? ഒറ്റയ്ക്ക് ചൊല്ലിക്കൂടെ? اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ اللهم മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. പിന്നെ ഇടിമിന്നലിങ്ങനെ ഉണ്ട്, അള്ളാഹു നോക്കുക കാര്യം. അള്ളാഹ് വിചാരിച്ച പോലെ കൽബ് ശുദ്ധിയുള്ള കൗമന്നെയാണോ അവിടെ ഇരിക്കുന്നത്, അതല്ലവർ വളവന്മാരാണോ എന്നൊക്കെ അള്ളാഹുക്ക് തിരിയേണ്ടി വരും. ഹത്താ യഅലമല്ലാഹുൽ സ്വാദിഖീൻ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ചൊല്ലി നോക്കുക നമ്മൾ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അല്ലാഹുമ്മ على الآكام والجبال ومنابت الشجر. اللهم حوالينا ولا علينا. اللهم على الآكام والجبال ومنابت الشجر. نقول اللهم حوالينا ولا علينا. اللهم على الآكام والجبال ومنابت الشجر. آمين. إركي جزاكم الله خير. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്കൊരു സംഭവം ഓർമ്മയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നബിയേ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ് നബിയേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ്? നല്ലൊരു ചോദ്യമാണ് അതല്ലേ. അള്ളാഹുവിന് ഇഷ്ടമുള്ളവർ ആരാണ്? നമുക്കൊക്കെ അങ്ങനെ ആവണ്ടേ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരാവണ്ടേ? അങ്ങനെ വേണ്ട, ആവണം അല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളാക്കി തരട്ടെ. ആരാന്നറിയോ? ഞാൻ പറയട്ടെ, അതിന്റെ മറുപടി പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്.
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താണ് പറയുന്നത്? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവര് അവരാണ് ഏറ്റവും നല്ലവർ. ഒരു കല്യാണം നടന്നാൽ അവരെ കൊണ്ട് വാക്കുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവൂല. അങ്ങനത്തെ ഒരു കുടിയിരിക്കൽ കഴിഞ്ഞാൽ, ഹൗസ് വാമിങ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചോറ് കഴിച്ചൊക്കെ പോന്നിട്ടുണ്ടാവും 1-2 ഡയലോഗ് പറയല്. ആ പെരക്കാരൊക്കെ തീരെ ഇഷ്ടപ്പെടൂല അല്ലേ? ഒരു കല്യാണ നിശ്ചയം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തുണ്ടാവും ഒരു കൊമ്പെടുത്ത് വർത്തമാനം പറയല്, അയാളത് പറയേണ്ടില്ലായിരുന്നു. ഇങ്ങനെയൊന്നും ആരും വിഷമിപ്പിക്കാത്തവർ. അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവര്, അങ്ങനത്തെവരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. ആര് പറയാ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ പറയവിടെ? ജീവിതകാലം ഓരോ കൊല്ലം ഓരോ ഹജ്ജ് ചെയ്തവരെന്ന് പറഞ്ഞുകൂടെ നബി തങ്ങൾക്ക്? ഇത്ര കൊല്ലം നോമ്പ് നോറ്റവര്, ഇത്ര നിസ്കാരം രാത്രി നിസ്കരിച്ചൊക്കെ പറയാലോ. അതൊക്കെ ഫർളുകൾ ഒഴിവാക്കിയുള്ള കളിയല്ല ഈ പറയുന്നത് കേട്ടോ. ഫർള് നിർവഹിക്കണം, മൻഹിയാത്ത് മുഴുവൻ ഉപേക്ഷിക്കും വേണം. അള്ളാഹ് അടുക്കരുതെന്ന് പറഞ്ഞ് തൊടാൻ പാടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, ഇവരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീക്ക് തരട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താണെന്നറിയുമോ? അഹബ്ബുൽ അമാലി ഇലല്ലാഹ്, ശ്രേഷ്ഠമായ അമൽ എന്താ നബിയെ? ചോദ്യം വരാറുണ്ട്. കൂലിയുള്ള അമൽ എന്താ നബിയെ? അങ്ങനെ ചോദ്യം വരാറുണ്ട്. ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന അമൽ എന്താ നബിയെ? അങ്ങനെയൊക്കെ ചോദിക്കും. ഇവിടെ ചോദിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താ നബിയെ? അള്ളാഹ്ക്ക് പൊരുത്തുള്ള അമൽ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും? മനസ്സിൽ ഓരോന്നും ഇങ്ങനെ വരുന്നില്ലേ? എന്തായിരിക്കും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർ? അങ്ങനെ പറയില്ല നമ്മള്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, ഉസ്താദിന് ഇഷ്ടമുള്ള ഭക്ഷണം. ഏതോ ഉസ്താദിന് കുമ്പളം കൊടുത്ത കഥ കാണുന്നുണ്ട് അല്ലേ? അത് അടിച്ചു ഓടുന്നുണ്ട് തോന്നുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അയാൾക്ക് സമ്മാനമായി കൊടുക്കുക, അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഒരു മുസ്ലിമിന്റെ ഖൽബിലേക്ക് നിങ്ങൾക്ക് കടത്തി കൊടുക്കാൻ കഴിയുന്ന സന്തോഷമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഒരു മുസ്ലിമായ മനുഷ്യൻ, അവൻ ചിലപ്പോ ജന്മം കൊണ്ട് മുസ്ലിം ആയിരിക്കാം, നിസ്കരിക്കാത്ത ആളായിരിക്കാം, പക്ഷേ മുസ്ലിമീങ്ങളിൽ ഗണിക്കപ്പെടുമോ? ഗണിക്കപ്പെടും. മരിച്ച മയ്യിത്ത് നിസ്കരിക്കണ്ടേ? നിർബന്ധമാണ്. അങ്ങനെയാണ്. പിന്നെ അള്ളാഹ് പുറത്തെടുക്കില്ല, അള്ളാഹുവിനെ അറിയുള്ളൂ. നമ്മുടെ മുമ്പിൽ ലാഹിറ കൊണ്ട് മുസ്ലിമാണെങ്കിൽ അവന് മുസ്ലിമാണെന്ന് ഗണിക്കണം. സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ഖൽബിലേക്ക്, സഹോദരി, ഒരു സഹോദരിയുടെ ഖൽബിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന സന്തോഷമാണ് അള്ളാഹുവിന്റെ അമലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മനസ്സിനൊരു സന്തോഷം കിട്ടി. അങ്ങനെ പറയില്ല നമ്മള്. നമുക്ക് വിഷമുണ്ടാവുമ്പോ അത് ആരും ഇഷ്ടപ്പെടില്ല, ആർക്കും വിഷമം ഇഷ്ടമല്ലല്ലോ. സന്തോഷം കൊടുക്കുക ഖൽബിലേക്ക്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നമുക്കൊക്കെ എത്ര ചെയ്യാൻ പറ്റും ഇതൊക്കെ? എത്ര സന്തോഷം കൊടുക്കാൻ പറ്റും? അഹബ്ബുൽ അമാലി ഇലല്ലാഹ്. പിന്നെ പറഞ്ഞു തക്ഷിഫു അൻഹു കുർബതൻ, ആ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അത് നീക്കി കൊടുക്കുന്നത്. ഒരു അസുഖം വന്നു, ഡോക്ടറെ അടുത്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന വൈദ്യനുണ്ട്, ഡോക്ടറുണ്ട്, ഫിസിഷ്യനുണ്ട്, പോയിക്കോ, മതി. ഒരു ഉപകാരം പറഞ്ഞു കൊടുത്തു. ഒരു വിഷമത്തിൽ അയാളെ സഹായിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കടം അയാൾ അറിയാതെ വീട്ടിക്കൊടുക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരാൾക്ക് കടം ഉണ്ടായിരുന്നു. എത്രയും മോനെ എന്റെ കടം ഇത്രയൊക്കെയാണ്, 10,000 രൂപയാണ്. ആർക്കാ കൊടുക്കാനുള്ളത്? നമ്മുടെ അംസാജിക്കാ കൊടുക്കാനുള്ളത്. അംസാജിയെ, നിങ്ങൾ അബൂബക്കർ നിങ്ങൾക്ക് തരാനല്ലേ 10,000 രൂപ? അതാണ് ഇനി അബൂബക്കറിനോട് ചോദിക്കണ്ട കേട്ടോ. അബൂബക്കറെ, നിങ്ങളെ കടക്കാരോ വീട്ടിയിട്ടുണ്ട്, പ്രശ്നം തീർന്നിട്ടുണ്ട്, സന്തോഷിച്ചോ, അള്ളാഹുവിനെ സ്തുതിച്ചോ. അത് ഞാനാന്ന് പറഞ്ഞ് നടക്കരുത്, അത് പ്രശ്നമാണ്. അത് ഞാനാട്ടോ, ഞാൻ വരുമ്പോൾ കഴിഞ്ഞിട്ട് നോണ്ടിട്ടോ അതൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ഉപകാരം ചെയ്താൽ തിരിച്ച് ഒരു ഉപകാരം പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന്. ഒന്നും പ്രതീക്ഷിക്കേണ്ട, ദുന്യാവിലേറ്റ കിട്ടൂല. അതാണ് എൻ്റെ അത്ഭുതം. ഉപകാരം ചെയ്താൽ പിന്നെ ഉപദ്രവം ഉണ്ടാവുള്ളൂ എന്ന്. എത്രയോ പള്ളി കമ്മിറ്റിക്കാരും മഹല്ല് കമ്മിറ്റിക്കാരൊക്കെ അല്ലേ, അവർ ഈ വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞിട്ട് 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് ഒരു കൊല്ലം നടത്തി കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് കമ്മിറ്റി മാറുക. ഏതെങ്കിലും ഒരു മെമ്പർ അക്കാലം വരെ ജുമഅക്ക് വരാതെ അന്ന് ജനറൽ ബോഡി ഉണ്ട് അന്ന് വന്നിരിക്കുക, ഓൻ്റെ വക ചോദ്യം, പിന്നെ 100 രൂപേൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്.
ഇവ 5 പൈസ പള്ളി കൊടുക്കാത്ത ആളായിരിക്കും. പക്ഷെ ആ ഒരു സമൂഹം ഉപകാരം ചെയ്ത ആളുകളെ വിഷമിപ്പിക്കുക, ഇറങ്ങിപ്പോകുമ്പോൾ നാണക്കേടായി ഇറങ്ങിപ്പോട്ടെ. ഇവർ ചെയ്ത ഉപകാരങ്ങളൊക്കെ കണ്ടില്ല എന്ന് വിചാരിക്കേ. തെറ്റ് മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലേ, തിരുത്തി കൊടുക്കുക, പുറത്തു കൊടുക്കുക, പരസ്പരം ആ വിഷയത്തിൽ പരിഹരിക്കാൻ സഹായിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അവരുടെ വിശപ്പ് നിങ്ങൾ തടഞ്ഞു കൊടുക്കുന്നത്, വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇനി മുത്തുനബി പറയുന്നു, ഒരു മനുഷ്യന്, ഒരു സഹോദരന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകുമ്പോ അയാളുടെ കൈപിടിച്ച് ഞാൻ നടന്നു പോവലാണ്. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ്, എന്റെ പള്ളിയായ ഈ അൽ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒരാൾക്ക് ഒരാവശ്യം വരുമ്പോ അയാളുടെ കൈപിടിച്ച് നടന്നുപോയി ആ ആവശ്യം ചെയ്തു കൊടുക്കലാണ്. ഷഹ്റൻ, ഈ പള്ളിയിൽ 1 മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരാളുടെ വിഷമം തീർത്തു കൊടുക്കലാണ്. അതുകൊണ്ട് പൊതുപ്രവർത്തകന്മാർ സന്തോഷിച്ചോളൂ, ഇഖ്ലാസ് ഉണ്ടാവുക, നിയ്യത്ത് നന്നാക്കുക. എന്ത് ചെയ്യണ്ട, പരസ്യത്തിന് വേണ്ടി ചെയ്യേണ്ട, അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ ഇങ്ങനെ കൂലി കിട്ടുന്ന അമല നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. വമൻ കളമ ഗൈള, ഏതെങ്കിലും ഒരാൾ തന്റെ ദേഷ്യം കടിച്ചിറക്കിയാൽ, വലൗ ശാഅ അൻ യുംളിയഹു അല്ലാഹ്, ദേഷ്യം വരുമ്പോ താൻ ഏതൊരു വിഷയത്തിലാണോ പകച്ചു നിൽക്കുന്നത്, ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്, ആ വിഷയം ദേഷ്യത്തോടെ തന്നെ ചെയ്യാനോ പറയാനോ സാധിക്കുമെന്നിരിക്കെ പകരം വീട്ടാൻ സർവ കഴിവുകളും ഉണ്ടായിരിക്കെ തന്നെ ആ മനുഷ്യൻ അത് കടിച്ചു പിടിച്ച് ക്ഷമിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞു, അതേപോലെ അതിനപ്പുറം ചീത്ത പറയാൻ കഴിയും. പറഞ്ഞില്ല, ഇങ്ങോട്ട് ഉപദ്രവിച്ചു, ഒന്നും ചെയ്തില്ല തിരിച്ച്. അവര് നമ്മുടെ കല്യാണം കൊളാക്കിയ ആൾക്കാരാണ്, അവരുടെ കല്യാണം വരുന്നുണ്ട്, നമ്മളവിടെ സപ്ലൈമാരാണ്. കുറെ പെങ്കിന്റെ ആൾക്കാരുണ്ടാവുമല്ലോ, പെൻകിൻ കുപ്പായിട്ട്, നമ്മളവിടെ ഇറങ്ങുക, നമ്മളെ വീട്ടുകാരല്ലേ, നമുക്ക് സഹായിച്ചു കൊടുക്കുക, നമ്മളങ്ങ് ഇറങ്ങി കൊടുക്കുക. അവര് നമ്മുടെ കല്യാണം മോശാക്കിയ ആൾക്കാരാണ്, മുടക്കാൻ വന്ന ആൾക്കാരാ, ആയിക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്യാ. ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ ഇങ്ങനെ, ഇതൊന്നും കഴിയൂല സാധാരണക്കാരായ ജനങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കി, ഇതൊന്നും നാട്ടു നടപ്പില്ലാത്ത സംഗതിയാണ്. ഇങ്ങനെയൊക്കെ വേദം പറഞ്ഞാൽ ഈ മൂലേരി നാട്ടിലൊന്നല്ല, മൂപ്പര് എവിടെയോ ജീവിക്കുകയാണെന്ന് പറയുന്നത് അല്ലേ. പക്ഷെ ഇത് ഹദീസാണ്, അല്ലാഹുവിന്റെ റസൂലായി പറഞ്ഞിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആരെങ്കിലും കടിച്ചു പിടിച്ചാൽ, മല അല്ലാഹു ഖൽബഹു യൗമൽ ഖിയാമത്തി റിദാ, മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുടച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക്, മഹ്ശറിലേക്ക് നടന്നു ചെല്ലുന്ന ഖിയാമത്തിന്റെ നാളിൽ ഖൽബിൽ നിറയെ അള്ളാഹു പൊരുത്തം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യപ്പെട്ടിരുന്നൊരു വിഷയം, തന്നെ ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് പ്രതികാരം ചെയ്യാനോ, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവരോട് തിരിച്ച് ചീത്ത പറയാനോ, ഇങ്ങോട്ട് പരിഹസിച്ചവരെ അങ്ങോട്ട് പരിഹസിക്കാനോ കഴിയുമായിരിക്കെ ചെയ്യാതിരിക്കുന്നത്. 2 കാലുമില്ലാത്തോ ഇരിക്കുകയാണ്, ഞാൻ അങ്ങനെ എണീറ്റാലേ കാണിച്ചുതരാം, അതല്ല, അവനെ എണീക്കാൻ പറ്റൂല എന്ന് എല്ലാവർക്കും അറിയാം. 2 കാലുള്ളവൻ ഇത് പറയുമ്പോഴാണ് ഈ കൂലി കിട്ടുക, അവനത് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്താൽ മല അല്ലാഹു ഖൽബഹു യൗമൽ ഖിയാമത്തി റിളാ, ആ മനുഷ്യന്റെ ഖൽബിൽ അല്ലാഹു പൊരുത്തം നിറച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ومن مشى مع اخيه في حاجته حتى يقضيها له, ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രയാസം വന്നപ്പോ അത് ഞാൻ തീർത്തു തരാം, ആ വിഷമം ഞാൻ പരിഹരിച്ചു തരാം, ആ വിഷമം അത് എനിക്ക് വിട്, ഞാനത് നടപ്പാക്കി തരാം എന്ന് പറഞ്ഞാൽ, സബ്ബതല്ലാഹു ഖദമൈഹി യൗമ തസൂലുൽ അഖ്ദാം, കാലുകൾ ഇടറിപ്പോകുന്ന അന്ത്യനാളിൽ ഇവന്റെ കാലുകളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാം. ഇതൊക്കെ കൂലിയാണ്, ഇതൊക്കെ ഇബാദത്താണ്. എല്ലാം ഇബാദത്ത്. നിസ്കാരത്തിന് കൂലി പറഞ്ഞ പോലെ ഇതിനൊക്കെയുള്ള കൂലി എത്രയാണ്. നിസ്കാരങ്ങൾ മനോഹരമാവണം, നിസ്കാരം ഒഴിവാക്കിയുള്ള പൊതുപ്രവർത്തനമല്ല ഈ പറഞ്ഞത്, നിസ്കരിക്കാതെയുള്ള ഏർപ്പാടുകളല്ല ഈ പറഞ്ഞത്. നിസ്കാരം നിലനിർത്തിയിട്ട് അള്ളാഹു ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്തതിന്റെ ശേഷം ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക, അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുക, ഭയങ്കര കൂലിയാണ്. പക്ഷെ എന്ത് ചെയ്യണം? മുതൽ മുടക്ക് നിസ്കാരമാണ്, അത് എന്ത് ചെയ്യരുത്, മോശമാക്കരുത്, അത് കൃത്യമായിട്ട് ചെയ്യുക.
അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുക, സാവധാനമെടുത്ത് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, നിസ്കാരം വളരെ പെട്ടെന്ന് തീർക്കുന്നവരോട് പറയാനുള്ളത്, വളരെ പെട്ടെന്ന് നിസ്കരിച്ച് ഓടുന്നത്, വളരെ പെട്ടെന്ന് തീർക്കുന്നത്, ഇത് കഴിഞ്ഞു കിട്ടട്ടെ, നിസ്കാരം തീരട്ടെ, അത് തീർന്നില്ലെങ്കിൽ വിഷമാണ്, അങ്ങനെ അതൊരു ഭാരമാവുന്നത്. അത്തരക്കാരറിയണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഅദ്ദിനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയാറുള്ളത്, അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ ബിലാലേ നിസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം താ. അരിഹ്നാ മിൻഹാ യാ ബിലാൽ എന്നല്ല, ബിലാലേ അത് വേണ്ട എന്നല്ല. ഹസനുൽ ബന്നയുടെ ഒരു അനുഭവം പറയാറുണ്ട്. ഷെയ്ഖ് ഇസ്മായിൽ ഹംദിയോടൊപ്പം ഈജിപ്തിന്റെ മരുഭൂമിയിലൂടെ നടന്നുപോയി ഇശാഇന്റെ നേരമായപ്പോ ഹസനുൽ ബന്ന പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം. മുഹമ്മദ് ഇസ്മായിൽ ഹംദി നിസ്കരിക്കല്ലേ, ഞാൻ ക്ഷീണിതനാണ്, അതുകൊണ്ട് നിങ്ങൾ ഇമാമ് നിൽക്കിൻ. അപ്പോ അദ്ദേഹം വളരെ പെട്ടെന്ന് 2 ചെറിയ സൂറത്തുകളോ ഇശാ നിസ്കാരം അവസാനിപ്പിച്ചപ്പോ ഹസനുൽ ബന്ന ചോദിച്ചു, പോൽ നിങ്ങൾ എന്താ നിസ്കാരം വളരെ പെട്ടെന്ന് നിർത്തിയത്? നിങ്ങൾ ക്ഷീണിതനല്ലെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ചെറിയ സൂറത്താ ഓതിയത്. നിങ്ങൾ ചിന്തിച്ചു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ ആ നിസ്കാരം കൊണ്ട് നമുക്ക് ആശ്വാസം തരണം, അത് നീണ്ടുപോയാൽ എന്താ? നിസ്കാരത്തിൽ നിന്ന് ആശ്വാസമല്ലല്ലോ, നിസ്കാരം നീണ്ടുപോകുന്നത് ആശ്വാസമല്ലേ, അതുകൊണ്ട് ചുരുക്കുകയല്ലല്ലോ വേണ്ടത് എന്ന് ആ മനുഷ്യനെ തിരുത്തി കൊടുക്കുന്നത് ആധുനിക കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ. മുസ്ലിമീങ്ങൾ അവരുടെ മുടക്ക് മുതലാണ് നിസ്കാരം, അത് നഷ്ടപ്പെടുത്തല്ലേ. അള്ളാഹു നമുക്കൊക്കെ അത് കൃത്യമായി നിസ്കരിക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ സുബഹിയൊക്കെ ഒന്ന് ക്ലിയറായി കിട്ടിയ എന്തൊരു റാഹത്താണ്. മഹാന്മാര് ചോദിക്കാറുണ്ട് സലഫ്, അവർ സലഫ് സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾ പറയാറുണ്ട്, ആലിമീങ്ങൾ പറയാറുണ്ട്, എങ്ങനെയാണ് كيف يرجو رزق الله من صلى الفجر بعد طلوع الشمس. സൂര്യൻ ഉദിച്ച് വെളിച്ചം വന്നതിന്റെ ശേഷം സുബഹി നിസ്കരിക്കുന്നവന് എങ്ങനെയാണ് അല്ലാഹു റിസ്ഖിൽ ബറക്കത്ത് കൊടുക്കുക? എങ്ങനെയാണ് അവൻ അല്ലാഹുവിന്റെ റിസ്ഖിനെ പ്രതീക്ഷിക്കേണ്ടത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ ബിൻത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ റളിയല്ലാഹു അൻഹ നിസ്കാരം കഴിഞ്ഞപ്പോ വഹിയ മുൽതജിഅത്തുൻ മുതസബ്ബിഹ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മഹദി റളിയല്ലാഹു അൻഹ ഒരൽപ്പം ഇങ്ങനെ കിടക്കുകയാണ്. ആ നേരത്ത് അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയായ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലുകൊണ്ട് പൊന്നുമോളെ കാല് തട്ടിയിട്ട് ചോദിച്ചു, ഐ ബുനിയത്തി, എന്റെ പൊന്നുമോളെ, ഇൻഹദി ഖൂമി, എഴുന്നേൽക്കൂ ഫാത്തിമ, ഈ നേരം നിങ്ങൾ കിടക്കുകയാണോ? അല്ലാഹു അവന്റെ റിസ്ക് വിതരണം ചെയ്യുന്ന നേരമാണിത്. ഈ നേരത്ത് അല്ലാഹുവിന്റെ റിസ്ക് കിട്ടാൻ മോളെ എഴുന്നേൽക്കേണ്ട, ഉറങ്ങുകയാണോ? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും ഒരു ദിവസത്തേക്കുള്ള റിസ്ക് അവന്റെ പൊരുത്തത്തോടുകൂടെ കൊടുക്കുന്നത്. അങ്ങനെയാണ്. ഭക്ഷണം അള്ളാഹു ജീവനുള്ള സാധനങ്ങൾക്ക് ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. പക്ഷെ അള്ളാഹിന്റെ പൊരുത്തമുള്ള ഭക്ഷണമുണ്ട്, പൊരുത്തമില്ലാത്തതുണ്ട്. മോളെ, അള്ളാഹു യഖ്സിമു റിസ്ഖ ഇബാദി, അല്ലാഹു തആല അവന്റെ അബ്ദുകളുടെ ഭക്ഷണം ഓഹരി വെക്കുന്നത് മാ ബൈന തുലൂഇൽ ഫജ്രി വ തുലൂഇശ് ശംസി, ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യോദയത്തിന്റെ ഇടയിലാണ്. അതുകൊണ്ട് മോളെ, ഇതിന്റെ ഇടയിൽ കടന്നുറങ്ങലിൻ, എഴുന്നേറ്റ് നിൽക്കിൻ, അല്ലാഹുവിന്റെ റിസ്ഖിനെ ചോദിക്കിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദിവസം തുടങ്ങി എന്ത് റാഹത്തായിരിക്കും. മുഅ്മിനായ മനുഷ്യന് വേദന വരുമെന്നാണ്. അല്ലാഹുവേ, എന്റെ നിസ്കാരം അതിന്റെ സമയത്ത് നിന്ന് മാറിപ്പോയല്ലോ, വിഷമം വരുന്ന ആ ദിവസം മശ്ഊം, വളരെ വളരെ പെസിമിസ്റ്റ് ആയിട്ട് തോന്നുന്നു, വളരെ മോശം, ഇന്നത്തെ ദിവസം റാഹത്തില്ലല്ലോ. സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മുമ്പിൽ ഭയപ്പാടോടുകൂടെ എന്നിട്ട് വേണം നേരത്തെ പറഞ്ഞ ഇബാദത്തുകളൊക്കെ തുടങ്ങാൻ. ആദ്യം ആ ഭയപ്പാട്. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴെങ്ങനെയാ നമുക്ക് ആലസ്യത്തോടെ നിൽക്കാൻ പറ്റുക? എങ്ങനെയൊക്കെയോ ഒരു നിസ്കാരം എങ്ങനെയൊന്ന് പറ്റുക? അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ? വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ, അല്ലാഹു അവന്റെ ശരീരം, അല്ലാഹുവിന്റെ നഫ്സിനെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടല്ലോ.
നിങ്ങൾക്ക് അല്ലാഹുവിനെ ഫലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ എന്താ അല്ലാഹുവിനെ പേടിക്കേണ്ട പോലെ, അല്ലാഹുവിനെ നിങ്ങൾ ബഹുമാനിക്കേണ്ട പോലെ എന്താ ബഹുമാനിക്കാത്തത്? ആരുടെ മുമ്പിലാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? മാനേജറുടെ മുമ്പിലാണോ? തനിക്ക് ജോലി തന്ന മുതലാളിയുടെ മുമ്പിലാണോ? അല്ലല്ലോ, ഈ ലോകം പടച്ച അല്ലാഹുവിന്റെ മുമ്പിലല്ലേ, നമ്മളെ പടച്ച റബ്ബിന്റെ മുമ്പിലല്ലേ. അല്ലാഹു അക്ബർ, എന്റെ റബ്ബാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാ നമുക്ക് മാന്തിച്ചൊറിയാൻ കഴിയാൻ നിസ്കാരത്തില്? എങ്ങനെയാ നിസ്കാരത്തില് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക? ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ. ആരുടെ മുമ്പിലായാ നിൽക്കുന്നത്? എന്റെ ഇലാഹല്ലേ, അവനെക്കാളും വലുതാരെങ്കിലും ഉണ്ടോ? അങ്ങനെ നിസ്കരിച്ചിറങ്ങുന്ന ഒരു മനുഷ്യന്റെ ദിവസം പുണ്യമാണ്. അവന്റെ ദിവസം പിന്നെ പുണ്യമാണ്, പിന്നെ ബറക്കത്താണ്. അല്ലാഹു നമുക്ക് ബറക്കത്ത് തരട്ടെ, അല്ലാഹു ബറക്കത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ിലേക്ക് പ്രവേശിക്കുന്നത് ഇബാദത്ത്, ഇൽമ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര ഇബാദത്ത്. നിങ്ങൾ ഈ വന്നത് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു ഇബാദത്തായി അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ. ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ മഴ ഉണ്ടാവും. ഞാനൊന്ന് 4 മണിക്ക് എത്തിയത്, അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് വരുമ്പോഴൊക്കെ വഴിയിൽ മഴ ഉണ്ട്. പടച്ച റബ്ബേ, ഉസ്താദിന് ഭയങ്കര വിഷമാവുമല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. കാരണം ഈ സംഘാടകരായ ആളുകൾ ഒരു പരിപാടിയൊക്കെ ഉണ്ടാക്കിയിട്ട് തമ്പുരാനെ ഒരു വിഷമായി പോവും റബ്ബേ. നിങ്ങൾ എത്ര ദൂരത്തുനിന്നാണ് വരുന്നത്? എത്ര ആളുകൾ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വന്ന് നിൽക്കുകയാണ് ഇവിടെ. നിങ്ങളുടെ ഈ യാത്രയൊക്കെ മുതലാവണ്ടേ? പെട്രോളിന് എത്ര വില ഇപ്പോൾ ലിറ്ററിന്? അത്യാവശ്യമല്ലേ? ഇതൊക്കെ മുതലാവണ്ടേ? ബൈക്കായാലും കാറായാലും ഡീസൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഡീസലിന് അത്യാവശ്യം വിലക്ക് അതിനുണ്ടല്ലോ അല്ലേ? അതൊക്കെ മുതലാവണ്ടേ? നല്ല നിയ്യത്തോടു കൂടെ വന്നിരിക്കുക. ഇൽമുൻ അന്വേഷിച്ച് വന്നതാണ്, പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതിനൊക്കെ കൂലിയാണ്, ഭയങ്കര കൂലിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന് വഫാത്ത് സംഭവിച്ചപ്പോ, ബഹുമാനപ്പെട്ടവർ ചെറുപ്പക്കാരനാണ്, വളരെ ചെറിയ പ്രായമാണ്, ടീനേജറാണ്. നേരത്തെ പറഞ്ഞ തങ്ങളുകുട്ടി സയ്യിദായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായപ്പോ ഒരാളോട് ചെന്ന് ചോദിച്ചു, യാ ഫുലാൻ, സഹോദര, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ എവിടെയൊക്കെയാണുള്ളതെന്ന് അന്വേഷിച്ച് നമുക്കൊരു യാത്ര പോയാലോ? എന്തിന്? അവരിൽ നിന്ന് ഹദീസ് പഠിച്ചെടുക്കാൻ. ഹദീസ് പഠിച്ചെടുക്കാൻ നമുക്കൊരു യാത്ര പോവല്ലേ? അപ്പൊ സഹോദരൻ പറഞ്ഞെന്തെന്നറിയോ? ഇബ്നു അബ്ബാസ് എന്നവരെ, നിങ്ങളെക്കാട്ടും വലിയ വലിയ ഉസ്താദുമാരും മൂല്യമാരൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ നിങ്ങളടുത്ത് ആരെങ്കിലൊക്കെ വരൂ, നിങ്ങൾ എന്തിനാ അതിന് പോകേണ്ട ആവശ്യം? അങ്ങനെ യാത്ര പോകേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങൾ മദീന തന്നെയല്ലേ ഉള്ളത്, വേറെയും ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളിപ്പോ ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ചില ആൾക്കാരുണ്ടാവും. പിന്നെ പോണോ? മഴ വരുമോ? ഞാൻ അല്ല, ഈ പോയിക്കോ വേദന, ഞാനല്ല. അപ്പൊ എന്താ പറയാ, എന്നാ ഇവിടെ നിന്ന് ഞാൻ പോവാണ്. അങ്ങനെ മുസ്ലിം ചെയ്യേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോവാണ്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് പഠിക്കാൻ വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യും. എന്തേ? ആ യാത്ര ഒരു ഇബാദത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ആ വീടിന്റെ വാതിൽക്കലെത്തുമ്പോഴാണ് അറിയുന്നത് വീട്ടുകാരൻ ഉച്ചക്കുള്ള ചെറിയ വിശ്രമത്തിലാണ്, ഖൈലൂലത്തിന്റെ ഉറക്കിലാണ് എന്നറിഞ്ഞാൽ. ഉച്ചയ്ക്ക് ചെറിയൊരു വിശ്രമമുണ്ട്. അതുകൊണ്ടാണ് ഉച്ച നേരത്ത് ചെറിയ മക്കൾ പോലും വാപ്പമാരുടെ മുതിർന്നവരുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോ സമ്മതം ചോദിക്കണമെന്ന് പറയാൻ കാരണം. ഉച്ച നേരത്ത്, കാരണം വസ്ത്രമൊക്കെ ഒരൽപ്പം ലൂസുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഉറങ്ങാനോ വിശ്രമിക്കാനോ കിടക്കുന്ന നേരമാണ്. അപ്പൊ പെട്ടെന്ന് ഒരാളും കയറി വന്നാൽ അവിടുത്തെ കണ്ടുപോയേക്കും. അതുകൊണ്ട് സമ്മതം ചോദിച്ചിട്ട് ചെറിയ മക്കൾ കിടക്കാവൂ, വലിയവരെ എപ്പോഴും സമ്മതം ചോദിക്കണം, അതൊരു സംശയമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സ്വഹാബി ഉച്ചയ്ക്കുള്ള ചെറിയ വിശ്രമത്തിലാണെങ്കിൽ, കാരണം അവർ രാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കുന്നവരാണ്, ഞാൻ ആ വീടിന്റെ പടിവാതിലിക്കൽ എന്റെ ചെറിയ കൈയും വെച്ചിട്ട് ഞാൻ അവിടെ തലചായ്ച്ച് കിടക്കും. ആ വീടിന്റെ മുമ്പിൽ ആരാതെന്നറിയോ? ഒരു തങ്ങള്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയുടെ പുരയിലേക്ക് ചെന്നിട്ട് ആ സ്വഹാബി നിബിതങ്ങളിൽ നിന്ന് ഒരു ഹദീസ് പഠിച്ചിട്ടുണ്ടെന്നറിഞ്ഞാൽ ഒരൊറ്റ ഹദീസ്, ഒന്ന്, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു, കുറെ ഒന്നും പഠിക്കാൻ പറ്റിയില്ല, ഒരു ഹദീസേ കിട്ടിയുള്ളൂ, മതി മതി മതി, മുതലായി. ഒരായത്തേ കേട്ടുള്ളൂ, മതി. ഒരു ചരിത്രമേ കേട്ടിട്ടുള്ളൂ, മതി. ഒരൊറ്റ ഹദീസ് കേൾക്കാൻ വേണ്ടി ആ സ്വഹാബി എഴുന്നേൽക്കുന്നവരെ ഞാൻ ആ വീടിന്റെ വാതിൽക്കൽ ഇങ്ങനെ കിടക്കും. അപ്പൊ ചുടുകാറ്റടിക്കുമ്പോ ഞാൻ എന്റെ തട്ടം കൊണ്ട് മുഖം മറക്കുമെന്ന് സയ്യിദ് കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ കുട്ടിയെ പറ്റി ആ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തത്, അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅവീൽ,
അല്ലാഹുവേ ഈ കുട്ടിക്ക് നീ ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമേ, നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ തഫ്സീർ ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരദബ് കാണിച്ചപ്പോ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തതാ. അമ്മായിയുടെ കൂടെ നിസ്കരിക്കാൻ നിൽക്കാണ്. നബി തങ്ങളാണ് ഇമാം, അവിടുത്തെ അമ്മായി നബിയുടെ ഭാര്യയാണ്. നബി തങ്ങളുടെ കൂടെ രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടത് ഭാഗത്ത് നിൽക്കുമ്പോ നേരെ പിന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി നബി തങ്ങൾ നിസ്കാരത്തിൽ തന്നെ. ആ നേരത്ത് നബിയുടെ നേരെ പിന്നിൽ നിൽക്കുമ്പോ ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എങ്ങനെയാ റബ്ബേ നബിയുടെ നേരെ പിന്നിൽ ഞാൻ നിൽക്കുക എന്ന് പറഞ്ഞ് ഒന്ന് വലതു ഭാഗത്തേക്ക് മാറി നിന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, ഇബ്നു അബ്ബാസ് എന്തേ എന്റെ നേരെ പിന്നിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയപ്പോ എന്തേ നിങ്ങൾ വലതു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ കാരണം? ആ പൊന്നുമോൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞ മറുപടിയാണ് നബി തങ്ങളുടെ ദുആ വരാൻ കാരണം. ആ പൊന്നുമോൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആർക്കാണ് നബിയേ, ആർക്കാണ് നബിയേ അങ്ങയുടെ നേരെ പിന്നിൽ നിൽക്കാൻ കഴിയുക? ആർക്കാണ് നബിയേ? അങ്ങയോട് ഇജ്ലാലല്ലക, അങ്ങയോടുള്ള ബഹുമാനം തോന്നിയപ്പോഴാണ് ഞാൻ അങ്ങ് മാറി നിന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് മുത്തുനബി ദുആ ചെയ്തു കൊടുത്തത്, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ. അച്ചടക്കത്തിലൂടെയും ഉസ്താദുമാരോട് കാണിക്കുന്ന അദബിലൂടെയുമാണ് ഇൽമിന്റെ ആദ്യ പാഠം ലഭിക്കുന്നതെന്ന്, അതിലൂടെയാണ് റിഫഅത്ത് ഉണ്ടാകുന്നതെന്ന് അല്ലാഹു മഹത്വം നൽകുന്നത് തന്റെ ഗുരുനാഥനോട് കാണിക്കുന്ന അച്ചടക്കത്തിലൂടെയാണെന്ന് ആധുനിക വിദ്യാർത്ഥി സമൂഹത്തോട് പഠിപ്പിക്കുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പിന്നെ യാത്രയാണ് യാത്ര. എന്നിട്ട് ആ സ്വഹാബി എഴുന്നേറ്റ് കഴിഞ്ഞാൽ വാതിൽ തുറന്നു കൊടുക്കും. അവർ ചോദിക്കും, യബ്ന അമ്മി റസൂലില്ലാഹി മാലക, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പിറന്ന തങ്ങളെ എന്തിനാ തങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, വാപ്പയും സ്വഹാബിയാണ്, അവരും സ്വഹാബിയാണ്. അബ്ബാസ് എന്നവർ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹുമാ. അപ്പൊ പറയും, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ആ ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ഹദീസ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയെ സംബന്ധിച്ച്, ആ ഹദീസ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ലിഅസ്മഅഹാ ബിഉദുനയ്യ, എന്റെ കാതുകൊണ്ട് എനിക്കത് കേൾക്കണം. അപ്പൊ സ്വഹാബി പറയും, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കും. ഇനി ഞാൻ പോവുകയാണ്, വേറെ ഏതെങ്കിലും ഹദീസ് ഉണ്ടോ? ഇല്ല, അത്രയേ ഉള്ളൂ. എന്നാ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് തിരിച്ചു വരും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഈജിപ്തിലേക്ക്, ഷാമിലേക്ക് യാത്ര പോയിട്ടുണ്ട്. ഷാമിലേക്ക് യാത്ര പോയിട്ടുണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പഠിക്കാൻ, ഒരൊറ്റ ഹദീസ് പഠിക്കാൻ ഷാമിലേക്ക്. മദീനയിൽ നിന്ന് ജോർഡാനിലേക്ക്, അമ്മാൻ എയർപോർട്ടിലേക്കുള്ള ദൂരം എത്രയാണ് ഇന്നത്തെ കണക്ക് പ്രകാരം? ഷാം എന്ന് പറയുന്ന അന്നത്തെ ഫലസ്തീനിന്റെ അന്നത്തെ കേന്ദ്രബിന്ദു ഫലസ്തീനാണ്. ഫലസ്തീനിലേക്ക് 2000-ലപ്പുറം കിലോമീറ്റർ യാത്ര ചെയ്യണം. 2000-ലപ്പുറം കിലോമീറ്റർ ജാബിർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തത് ലിഅസ്മഅ മിൻഹു ഹദീസാ, മഹ്ശറയെ സംബന്ധിച്ചുള്ള ഖിയാമത്തിനെ കുറിച്ചുള്ള ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് അവിടെയുള്ള ഒരു സ്വഹാബിക്കാണ് അറിയുന്നത്. ആ ഹദീസ് കേൾക്കാൻ വേണ്ടി 2000 കിലോമീറ്റർ ഒട്ടകപ്പുറത്ത് യാത്ര പോയ സ്വഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. എന്ത് ഇതൊക്കെ പോയതെന്നറിയോ? നമ്മൾ പോകും 200-300 കിലോമീറ്റർ യാത്ര ചെയ്ത് മൈസൂർക്കും ബാംഗ്ലൂർക്കും മൂന്നാർക്കൊക്കെ പോകുന്നുണ്ടല്ലേ, പോകുന്നില്ലേ? നമ്മള് ഹദീസ് പഠിക്കാനാണോ അവിടെ പോയിട്ടില്ലേ? അവിടെ ഏതെങ്കിലും പള്ളിയിൽ ഇരുന്നിട്ട് വല്ല ഉസ്താദിന്റെ വല്ല വാദവും കേൾക്കാനാണ് പോകുന്നത്? അല്ല. പക്ഷെ അത് പോകുന്നത് മോശമാണെന്നല്ല. അള്ളാഹുവിന്റെ ഭൂമിയിൽ അത്ഭുതങ്ങളും ഇവിടെയുള്ള സന്തോഷങ്ങളും ഹലാലുകളൊക്കെ ആസ്വദിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അതിലൊരു ഇൽമും കൂടെ ഉണ്ടെങ്കിൽ ആ യാത്ര പിന്നെ ഇബാദത്താണ്, ഇൽമ് തേടിയുള്ള യാത്രയാണ്. അള്ളാഹു നമുക്ക് ഇൽമ് തരട്ടെ, അള്ളാഹു നമുക്ക് ഇൽമ് തരട്ടെ. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ 7 വയസ്സിലാണ്. മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു 12 വയസ്സുള്ളപ്പോ അന്ന് മദ്രസയിലേക്ക് പോകുമ്പോ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പാണ് മദ്രസയിലേക്കുള്ള പോക്ക്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മദ്രസയിലേക്ക് പോകുന്നത് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ്, അതല്ല ഫജ്റിന്റെ മുമ്പാണെന്നാണ്. ഫജ്ർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ്. അപ്പൊ ഉമ്മ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, മോനെ ഇപ്പൊ പോവല്ലേ, ആളുകളൊക്കെ ഒന്ന് ഉണർന്നോട്ടെ,
എന്ന് കൂഫയിൽ നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മ മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ കൊച്ചുകുട്ടിയായിരുന്നപ്പോ ഇപ്പൊ പോവണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുമോ? കുട്ടി നേരത്തെ എഴുന്നേറ്റു. നമുക്ക് ചിലപ്പോ ചില മദ്രസയുടെയൊക്കെ ടൈമിങ് അങ്ങനെ ആയിരിക്കും, രാവിലെ അതിനേരത്തെ. ചെറിയ മടിയൊക്കെ തോന്നും. ഇബ്ലീസും കൂടെ തലയിൽ കയറിയ പിന്നെ മദ്രസ വേണ്ടാന്നാ പിന്നെ വെക്കൽ ആൾക്കാരില്ലേ. അങ്ങനെയൊന്നും സഹിക്കാനാവൂലോ? കുട്ടികളൊക്കെ എത്ര നേരത്തെ എങ്ങനെ വിളിച്ചുകൊടുത്തുക, അവർക്ക് സ്കൂൾ കൊണ്ടേ. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഹിമ്മത്തൊക്കെ നഷ്ടപ്പെട്ടില്ലേ നമുക്ക്? ഇൽമ പഠിക്കാനല്ലേ തവക്കൽതു അലല്ലാഹി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ പുറത്തിറങ്ങുന്നു, നിന്നെ ഞാൻ എന്റെ കാര്യം പരമേൽപ്പിച്ചിരിക്കുന്നു, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഒരു പിശാചും ഉപദ്രവിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഫാ, ആ മനുഷ്യനത് മതി. കുഫീത, നിനക്കത് മതി എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയും. പിന്നെന്താ പേടിക്കാനുള്ളത്? നമ്മുടെ ഇൻഷുറൻസ് അതാണ് നമ്മുടെ ഇൻഷുറൻസ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഇന്ന് എപ്പോഴെങ്കിലും അത് പറഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ സ്തുതി, അല്ലാഹുവിന്റെ സ്തുതി. ബാക്കിയുള്ളവരും കൂടെ എന്ത് ചെയ്യാ? ഒന്ന് ഓർമ്മിച്ചെടുക്കുക. വീട്ടിൽ നിന്ന് ആണ് കാലെടുത്ത് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി ഒന്ന് പറഞ്ഞു നോക്കി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ നിർത്തിയോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉസ്താദ് ഞങ്ങൾക്ക് ഒറ്റക്കനെ ചെല്ലാൻ അറിയും, അതുകൊണ്ടാണ് നിങ്ങളല്ലേ എന്നാ ഒറ്റക്ക് ചെല്ലി. ബിസ്മില്ലാ ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹി. എത്ര ആൾക്കാരുണ്ടായിട്ട് അങ്ങനെ നമുക്ക് ചൊല്ലാൻ പറ്റുള്ളൂ? ഇതൊരു ചിന്താബാദാണെങ്കിൽ എത്ര ഉച്ചത്തിൽ വിളിക്കും നമ്മള്? തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എത്ര ഒച്ച തൊണ്ടൊക്കെ പോയിട്ട് ഇപ്പോൾ ശബ്ദമില്ലാത്തവരുണ്ടാവും. സിന്ദാബാദ് വിളിച്ചു പോയതാണ്. നമുക്ക് ഉറക്കെ ചൊല്ലിക്കൂടെ? ദിക്റല്ലേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറയുമ്പോൾ ഒച്ച പോവാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു ജല്ല ജലാലു തരുന്ന ഒരു കഴിവല്ലാതെ മറ്റൊരു കഴിവുമില്ല പടച്ചവനെ. എന്റെ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും നീ നീക്കിത്തരണേ. ഞാൻ പുറപ്പെടുന്ന വിഷയം നീ പൂർത്തിയാക്കി തരണേ. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയാം, ഭയങ്കര കാവലാണ്. അല്ലാഹു നമുക്കത് തരട്ടെ. ആ കാവൽ അല്ലാഹു നമുക്ക് തരട്ടെ. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് 15 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഹദീസ് പണ്ഡിതന്മാരെ കണ്ട് പഠിക്കാൻ തുടങ്ങിയത്. 15 വയസ്സുള്ളപ്പോ ആ പഠനത്തിൽ നിന്ന് മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു മനഃപ്പാഠമായി പഠിച്ചെടുത്തത് എത്രയാണെന്നറിയുമോ? അൽഫ് ഹദീസ്. അൽഫ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. മിഅത്ത് അൽഫ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം. മിഅത്ത് അൽഫ് 100,000, 1 ലക്ഷം. അൽഫ് 1000 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കാൻ തുടങ്ങുന്നത് 15 വയസ്സുള്ളപ്പോഴാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇൽമാണത്, ഇൽമ് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണത്. ആ യാത്ര ഇബാദത്താണ്. അല്ലാഹു നമുക്ക് ഇബാദത്തിന്റെ കൂലി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഒരാൾ ചോദിച്ചു, ഇൽമിനോട് വിവരം കിട്ടാൻ വേണ്ടി പഠിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം എത്രയാണ്? മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതെങ്കിലും ഒരക്ഷരം ഒരു ഗുരുനാഥനിൽ നിന്ന് എന്റെ കാതുകൾ കേട്ടാൽ എന്റെ ശരീരം മുഴുവനും കൊതിച്ചു പോകും, അതിനൊക്കെ കാതുകൾ ഉണ്ടായെങ്കിലെന്ന്. അത്രക്കിഷ്ടമാണ് എനിക്ക് ഇൽമ്. ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, പൈസയുണ്ടാക്കാൻ നടക്കുന്ന ആളുകൾക്ക് കാശ് കിട്ടാൻ കൊതി വരുമ്പോ, ആ കാശ് കയ്യിലേക്ക് വരുമ്പോ എത്രയാണോ അവർക്ക് അതിന്റെ സന്തോഷം കിട്ടുന്നത്, അതിനേക്കാളേറെയാണ് എന്തെങ്കിലും ഒരു ഇൽമ് ഞാൻ പഠിച്ചെടുക്കുമ്പോൾ.
പിന്നെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണത് അന്വേഷിച്ചിറങ്ങുന്നത്? ഇങ്ങനെയൊക്കെ ഒരു വലിയ ദൗത്യം ചെയ്യാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോ, ഏതെങ്കിലും ഒരു പെണ്ണിന് തന്റെ ഒരേ ഒരു മോനല്ലാതെ മറ്റൊരു മോനില്ലാതിരിക്കെ, ആകൊരു കുട്ടിയെ ഉണ്ടായത്, 10 വയസ്സായ കുട്ടിക്ക് പിന്നെ കുഞ്ഞുണ്ടായിട്ടില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ, ഒരുപാട് കാലമായിട്ട് മക്കൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവര്. അല്ലാഹുവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കട്ടെ. അങ്ങനത്തെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ ആ ഉമ്മാക്ക് ആ കുഞ്ഞല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അങ്ങനെ ആ കുഞ്ഞ് കിട്ടണമെന്ന്, ആ കുഞ്ഞിനെ വേണമെന്ന് അന്വേഷിച്ചിറങ്ങുന്ന ഉമ്മയെ പോലെ ഇൽമ് കിട്ടാൻ വേണ്ടി ഞാൻ ഇറങ്ങാറുണ്ടെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് അങ്ങനെ ഇൽമിനോടൊരു സ്നേഹം അല്ലാഹു തരട്ടെ. ഇത് ഉപകാരപ്പെടുള്ളൂ, അല്ലാഹുലേക്ക് അടുക്കുന്ന ഇൽമ്. അല്ലാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊക്കെ വഴിയിലൂടെയാണ് അല്ലാഹു തആല ഇബാദത്തിന്റെ കൂലി തരുന്നത് എന്ന് പഠിപ്പിക്കുകയാണ്. അത്താജിറുസ് സദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ, മഅൽ അംബിയാഇ വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നാളെ പരലോകത്തെ കച്ചവടക്കാരിൽ സത്യസന്ധരായ ആളുകൾ. കച്ചവടം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നവർ, വഞ്ചനയില്ലാതെ കച്ചവടം ചെയ്യുന്നവർ, ജെന്യൂനായിട്ട് കച്ചവടം ചെയ്യുന്നവര്, ഫ്രോഡ് ചെയ്യാത്തവര്, ഫോർജ് ചെയ്യാത്തവര്, സത്യസന്ധമായി വളരെ കണിശമായും അല്ലാഹുവിൻ തആല ഹലാലാക്കിയത് മാത്രം കച്ചവടം ചെയ്ത് അള്ളാന്റെ പൊരുത്തത്തിലായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ, അവരും ചെയ്യുന്നത് ഇബാദത്ത് തന്നെ. മഅൽ അംബിയാ, അവർ നാളെ പോയിരിക്കുന്നത് അംബിയാഇന്റെ കൂടെയാണ്. അംബിയാഇന്റെ കൂടെ ബിസിനസ്മാൻമാർ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരും. അങ്ങനത്തെ സത്യസന്ധന്മാരായ ആളുകളിൽ അള്ളാഹു നമ്മുടെ കൂട്ടത്തിലുള്ള കച്ചവടക്കാരായ ബിസിനസ്സുകാരായ ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു ആ സുഹ്ബത്ത് അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതൊരു ഇബാദത്താണ്, അവർ ചെയ്യുന്നൊരു ഇബാദത്താണ്. അൽ അദ്ലു ഇബാദ, സ്വന്തം കുടുംബത്തോട് നീതിയോടുകൂടെ നീതിനിഷ്ഠമായിട്ട് വീട് ഭരിക്കുന്നത്, വീട്ടിലേക്ക് ചെലവ് കൊണ്ടുപോയി കൊടുക്കുന്നത് ഇബാദത്താണ്. അത് ഇബാദത്താണ്, അല്ലാഹു കൂലി തരും. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയുടെ തെരുവുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ അങ്ങനെ നടക്കുമ്പോ ഒരു ചെറിയ പെൺകുട്ടി, വളരെ മെലിഞ്ഞ്, ശരീരമാകെ ശോഷിച്ച് വളരെ മെലിഞ്ഞൊട്ടിയിട്ടൊരു പെൺകുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്, വീഴുന്നുണ്ട്, പിന്നെയും പൊത്തിപ്പിടിച്ച് എഴുന്നേൽക്കും, 2 അടി നടക്കും, വീണ്ടും വീഴും. അങ്ങനെ ഒരു ചെറിയ പെൺകുട്ടി, 4 വയസ്സോ 3-4 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ മോള് വളരെ ക്ഷീണിച്ച് വിശന്നവശയായി നടക്കുന്നത് കണ്ടപ്പോഴാണ് ഏതെങ്കിലും ഒരു ഒട്ടകം ദിജ്ലയുടെ ടൈഗ്രീസിന്റെ ഓളങ്ങളിലൂടെ അതിന്റെ പരിസരത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു ഒട്ടകം അവിടെ കാലിടറി വീണുപോയാൽ ഉമർ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ കുട്ടിയെ കാണുമ്പോ ചിന്തിക്കുമല്ലോ, പടച്ചവനെ, എന്റെ മദീനയിൽ ഞാൻ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന, ഞാൻ ഭരണം നടത്തുന്ന എന്റെ രാജ്യത്ത് ഇങ്ങനൊരു ചെറിയ പെൺകുട്ടിയോ? മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ കഷ്ടപ്പാടേ, ഈ കുഞ്ഞിന്റെ ഒരു വിഷമമേ, മിൻകും, നിങ്ങളിൽ ആർക്കാണ് ഈ കുഞ്ഞിനെ പരിചയമുള്ളത് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ആ മറുപടി വരുന്നത് സ്വന്തം മോൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മോന് ബാക്കിലുണ്ട്, കുട്ടിയുടെ വാപ്പയാണത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമാ തഅരിഫുഹാ യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, നിങ്ങൾക്കറിയൂലേ ഈ മോൾ ആരാണെന്ന്? ഉമർ തങ്ങൾ പറഞ്ഞു, ലാ, എനിക്കറിയില്ലല്ലോ, എനിക്കറിയൂല. ഹാദിഹി ഇഹ്ദാ ബനാതികി, ഇത് നിങ്ങളുടെ മക്കളിൽപ്പെട്ട പെൺമക്കളിൽപ്പെട്ട ഒരു മോള് തന്നെയാണല്ലോ. അയ്യു ബനാതി ഹാദി, എന്റെ മക്കളിൽ ഏതാണ് ഈ കുട്ടി എന്ന് ഒന്നുകൂടെ തിരിച്ചു പറഞ്ഞുതാ. ഹാദിഹി ഫുലാനതു ബിൻതു അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നിങ്ങളുടെ മോനായ ഞാൻ, എന്റെ മോളാണ് ഉമറേ, അമീറുൽ മുഅ്മിനീനായവരെ. അമീറുൽ മുഅ്മിനീൻ, വാപ്പയെ പേര് വിളിച്ചിട്ടില്ല കേട്ടോ, അമീറുൽ മുഅ്മിനീൻ,
മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, ഇത് എന്റെ മോളാണ്, നിങ്ങളുടെ പേരക്കുട്ടിയാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലായി, പടച്ചവനെ, എന്റെ മോള് തന്നെ ഇങ്ങനെ ക്ഷീണിച്ചുവോ, വല്ലാണ്ടായിപ്പോയല്ലോ. ഇബ്നു ഉമറേ, എന്റെ മോനെ അബ്ദുല്ലാ, എന്തേ ഈ കുഞ്ഞിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കാറില്ലേ? ഈ കുഞ്ഞെന്തേ ഇങ്ങനെ ക്ഷീണിച്ചു പോയത്? അതിന് മറുപടി പറഞ്ഞു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മൻഉക മാ ഇൻദക, നിങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങളുടെ ഖജനാവ് കൈകാര്യം ചെയ്യുന്നത് ഉമറേ, അമീറുൽ മുഅ്മിനീനെ, വാപ്പാ നിങ്ങളാണല്ലോ, ഞങ്ങൾക്ക് നിങ്ങൾ വേണ്ട പോലെ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്ഷീണിച്ചു പോയത്. എന്തായിരിക്കോ പറയണതല്ലേ? സ്വന്തം കുടുംബത്തിലെ പേരക്കുട്ടി ഇങ്ങനെ ക്ഷീണിച്ചപ്പോഴേ കാരണം പറയാ, നിങ്ങൾ ഞങ്ങൾക്ക് വല്ലാതും തന്നിട്ടില്ലല്ലോ. എന്താ ഉമർ തങ്ങളുടെ മറുപടി എന്നറിയോ? ഇന്നക വല്ലാഹി മാലക ഇൻദി ഗൈറു സഹ്മിക ഫിൽ മുസ്ലിമീൻ വസിഅക ഔ അജസക. അബ്ദുല്ലാഹ്, 10,000-കണക്കിന് മുസ്ലിമീങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാൻ. ഉമർ 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അബ്ദുല്ലാ, മുസ്ലിമീങ്ങളിലെ സാധാരണക്കാരായ ഏതൊരാൾക്കും ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് അർഹമായതെന്തോ അതിനപ്പുറത്തേക്ക് അബ്ദുല്ലാ നിനക്ക് തരാൻ വാപ്പയാ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് വസിഅക ഔ അജസക, നിനക്ക് മതിയായാലും ഇല്ലെങ്കിലും എത്രയാണോ നിങ്ങൾ അർഹിക്കുന്നത് അത്ര എനിക്ക് തരാൻ പറ്റൂ. അതുകൊണ്ട് ക്ഷീണിച്ചു പോയതാണെങ്കിൽ ക്ഷീണിക്കട്ടെ. മുസ്ലിമീങ്ങളുടെ പൈസ തന്നിട്ട് മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവിൽ നിന്ന് തിന്നുമുടിച്ചിട്ട് തടി വെക്കാനുള്ളതല്ല ഉമറിന്റെ മക്കളുടെയോ പേരമക്കളുടെയോ ശരീരമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. ഇബാദത്താണ് ചെയ്യുന്നത്. അധികാരം ലഭിച്ചിട്ട് ദുരുപയോഗം ചെയ്യാതെ മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്ത് അർഹമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഭക്ഷണത്തിന്റെ സ്കേഴ്സിറ്റി കൊണ്ട് ഭക്ഷണം മതിയാവാതെ വന്നിട്ട് ഈ പൊന്നുമോൾ നടക്കാൻ പോലും കഴിയാതെ ക്ഷീണിച്ചവശയായി വീഴുമ്പോ, അബ്ദുല്ലാ, നിങ്ങളായിട്ട് അധ്വാനിച്ച് നിങ്ങളുടെ മോൾക്ക് നിങ്ങൾ കൊടുത്തോ, പക്ഷേ മുസ്ലിമീങ്ങളുടെ ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് അർഹമായതേ വാപ്പ തരൂ, അതിലേറെ വാപ്പാക്ക് തരാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, മതിയായെങ്കിൽ മതിയായി, ഇല്ലെങ്കിൽ വേണ്ട, ഇത്രേ വാപ്പാക്ക് തരാൻ കഴിയൂ എന്ന് അർത്ഥശങ്കക്കടമില്ലാത്ത വിധം നീതിയുടെ മഹാപാഠം ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബാദത്താണ് ഈ ചെയ്യുന്നത്. അധികാരം കൈയാളുമ്പോൾ സ്വന്തക്കാർക്ക് എന്തെങ്കിലും എഴുതി വെച്ചു കൊടുക്കുന്നത്, സ്വന്തക്കാരുടെ കാര്യം നടത്തി കൊടുക്കുന്നത്, അനർഹമായ കാര്യം ചെയ്തു കൊടുക്കുന്നത് ഇസ്ലാം വിലക്കിയ വിഷയമാണ്, ചെയ്യാൻ പാടില്ല. ആ നീതിക്ക് വേണ്ടിയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഭരണാധികാരിയാണെങ്കിൽ അൽ അദ്ലു ഇബാദ, അക്കാണിക്കുന്ന നീതി ഇബാദത്താണത്. മാതാപിതാക്കൾ മക്കളോട് നീതി കാണിക്കണം. മാതാപിതാക്കൾ മക്കളോട് നീതി കാണിക്കേണ്ടവരാണ്. എന്തെങ്കിലും ഒരു സമ്മാനമായിട്ട് വാപ്പയുടെ സ്വത്തിൽ നിന്ന് മകൾക്കോ മകനോ കൊടുക്കുന്ന സമയത്ത് ഏറ്റവ്യത്യാസം ചെയ്യേണ്ട, സന്തോഷിപ്പിക്കും. അനന്തര സ്വത്ത് വരുമ്പോ, അനന്തര സ്വത്ത് ഓഹരി വെക്കുമ്പോ അവിടെ അല്ലാഹുവിന്റെ നിയമമുണ്ട്, അതിലെല്ലാം നിങ്ങൾ ഇടപെടേണ്ടത്. നിങ്ങളായിട്ട് വല്ലതും ഓരി വെച്ചു കൊടുക്കുമ്പോ മകന് ഒരു 10 സെന്റ് ഇവിടെ, മോൾക്കിവിടെ ഒരു 5 സെന്റ്, മൂത്തവനൊരു 20, നടുവിലുള്ളവനൊരു 2, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. അതിര് ചെയ്യണേ. ഒരു വാപ്പ വന്ന് ചോദിക്കുന്നു മുത്തുനബിയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മക്കളിൽ ഒരാൾക്ക് ഞാൻ ഒരൽപ്പം ഭൂമി മദീനയിൽ പതിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ചെയ്തോട്ടെ. തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ എല്ലാ മക്കൾക്കും നിങ്ങളത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങളത് ചെയ്യണ്ട, എല്ലാ മക്കൾക്കും നിങ്ങൾക്കത് കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്താൽ മതി. എന്തേ? നിങ്ങൾ നീതി പഠിപ്പിക്കേണ്ടവരാണ്, നീതിയോടുകൂടെ പെരുമാറേണ്ടവരാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇബാദത്താണ്. അതിന്റെ അധികാരമാണെന്നൊക്കെ വാപ്പാക്ക് പറയാൻ പറ്റും, പക്ഷെ വലിയൊരു ഇബാദത്താണ് വാപ്പ നഷ്ടപ്പെടുത്തുന്നത്. ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞുവല്ലോ, ഒരു വാപ്പ വന്ന് പരാതി പറഞ്ഞു, ഒരു മകൻ വന്ന് പരാതി പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വാപ്പ എന്റെ സമ്പത്ത് എന്നോട് ചോദിക്കാതെ എടുത്തുകൊണ്ടുപോകുന്നുണ്ട്. എന്റെ വാപ്പ എന്നോട് ചോദിക്കാതെ എടുത്തുകൊണ്ടുപോകുന്നുണ്ട്.
ഇപ്പം ഗൾഫുകാരായ മക്കളൊക്കെ ചിലപ്പോൾ വാപ്പാരെ കയ്യിൽ ATM പിന്നെ കൊടുത്തിട്ട് പോകും. വാപ്പ ഓരോരോ തവണ ചാവക്കാട്ടേക്ക് പോകുമ്പോഴും പൈസ വലിച്ചു പോരാണ്. ഓരോ തവണ 10,000 അവൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മാസത്തേക്ക് കൊടുത്തത് വാപ്പ 2 ആഴ്ചൻ്റെ ഉള്ളിൽ തീർത്തല്ലോ. വിഷമം തോന്നും ചിലപ്പോൾ. വാപ്പാക്കൊരു അത്യാവശ്യം വന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വാപ്പ ഇടക്കിടക്ക് പോയിട്ട് തൃശ്ശൂരൊക്കെ ഒന്ന് കറങ്ങി പോരാ, ഇടക്കിടക്ക് ലുലു വിസിറ്റ് എറണാകുളത്തേക്ക്, അതെല്ലാം ഇപ്പം അടുത്ത് വലിയൊരു സ്ഥാപനം. അപ്പോൾ ഇടക്കിടക്ക് വാപ്പ ഇങ്ങനെ പോയിട്ട് സർക്കിറ്റ് അടിച്ച് വരികയാണ്. മകൻ്റെ സ്വത്താണ് ഉപയോഗിക്കുന്നത്. മകന് വിഷമം ഉണ്ടാവും. വാപ്പയോട് ഇപ്പം എങ്ങനെ പറയാ, പറഞ്ഞാൽ പിന്നെ കുടുംബം തെറ്റും, മിണ്ടാനും വയ്യ, ഇവൻ്റെ അടുത്താണെങ്കിൽ വേറെ പൈസ ഇല്ല. അങ്ങനെയൊക്കെ സന്ദർഭങ്ങൾ ഉണ്ടാവാലോ. നബിയുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ വാപ്പ എൻ്റെ സമ്പത്ത് എടുക്കുന്നുണ്ട് നബിയേ. ഇവിടെ നബി തങ്ങളുടെ ഇടപെടൽ വളരെ ഡിപ്ലോമാറ്റിക് ആണ്, വളരെ മനോഹരമാണ്. കുല്ലു അംരിഹി കാന അജബ. ഹബീബ് ഇടപെട്ടത് മുഴുവനും അത്ഭുതമായിരുന്നുവല്ലോ. ആ മോനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത വാക്കെന്താണെന്നറിയോ? വാപ്പയോടെ നിർത്തി, മോൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. മോനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ വാപ്പ എടുക്കുന്നുണ്ടെന്നല്ലേ മോന്റെ പരാതി? എന്നാ മോൻ ഒന്നല്ലേ അറിയേണ്ടത്, മോനെ നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ്. അത് മക്കൾ മനസ്സിലാക്കണം. മോൻ നീ ഉണ്ടായത് നിന്റെ വാപ്പ ഉണ്ടായത് കൊണ്ടല്ലേ. നിന്റെ വാപ്പയാണല്ലോ നിന്റെ ഭൗതികമായ ജന്മത്തിന്റെ ആദ്യത്തെ സബബ്, നിന്റെ വാപ്പയാണ്. അതുകൊണ്ട് മോനെ നീയും നിന്റെ സമ്പാദ്യവും വാപ്പയുടേത് തന്നെ. ആരോട്? മോനോട്. വാപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പാ നിങ്ങൾ മോന്റെ വാപ്പയൊക്കെ തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ മകന്റെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വാപ്പാ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതല്ലാതെ നിങ്ങൾ എടുക്കാൻ പാടില്ല. വാപ്പയോട് പറഞ്ഞു കൊടുത്തു. മോനോട് എന്ത് പറഞ്ഞു കൊടുത്തു? നീയും നിന്റെ സമ്പത്തും വാപ്പാക്കുള്ളതാ, പിന്നെ പരാതി പറയേണ്ട കാര്യമുണ്ടോ? വാപ്പ മുഴുവൻ എടുത്തു, നീ ഉണ്ടാൻ പാടില്ല. ആരോട്? മോനോട്. ഇത് വാപ്പ കേൾക്കണില്ല. വാപ്പാനെ വേറെ വിളിച്ച് പറഞ്ഞു കൊടുത്തു, വാപ്പാ പിന്നെ മകന്റെ സ്വത്താണത്, അതെന്ത് ചെയ്യാ, അത്യാവശ്യമുള്ളത് എടുത്താൽ മതി. ഇങ്ങനെങ്കിലും മോന്റെ കീശ കാലിയാക്കണ പരിപാടി നിർത്തി വെക്കണം എന്ന് വാപ്പയോട് പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. രണ്ടാളെ പ്രശ്നം തീർന്നു. സുബ്ഹാനല്ലാഹ്. അദ്ല് ചെയ്യണം, നീതി ചെയ്യണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഇടപാടുകളിൽ നീതി വേണമെന്ന് പഠിപ്പിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തുകളാണ്. ഗദ്ദുൽ ബസ്വരി ഇബാദ. റോഡിലൂടെ നടക്കുമ്പോൾ ഏത് ചെറുപ്പക്കാരിക്കും മുതിർന്നവർക്കും ചെറിയവർക്കും പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും സ്കൂളിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന മക്കൾക്കും കോളേജിൽ പോകുന്ന മക്കൾക്കും എല്ലാം ഒരു ദിവസം എമ്പാടും ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുണ്ട്. ഗദ്ദുൽ ബസ്വർ. കണ്ണ് ചിമ്മുന്നത്, അരുതാത്തതിലേക്ക് നോക്കാതെ കണ്ണ് ചിമ്മുന്നത് ഒരു മനുഷ്യന് എത്ര കൂലി കിട്ടും? നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നില്ലേ, ട്രെയിനിൽ യാത്ര പോകുന്നില്ലേ, അങ്ങാടിയിലൂടെ നടക്കുന്നില്ലേ, ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കയറി ചെല്ലുന്നില്ലേ? ഏതെല്ലാം തരത്തിലുള്ള ആളുകളുമായി ഇടപഴകുന്ന ഒരു ദിവസം. യാത്രയിലും അല്ലാത്ത സമയത്തുമായി നമ്മുടെ കണ്ണുകൾ ചിമ്മേണ്ട എത്രയോ സ്ഥാനങ്ങൾ, എത്രയോ സ്ഥലങ്ങൾ. എത്ര ഇബാദത്തിന്റെ കൂലി കിട്ടും? കണ്ണുകൊണ്ട് ഹറാമിലേക്ക് തുറിച്ചു നോക്കുന്നത്, ഒരു അന്യ പുരുഷനിലേക്ക് ഒരു പെണ്ണ് നോക്കുന്നതോ, ഒരു അന്യ പെണ്ണിനെ ഒരു പുരുഷൻ നോക്കുന്നതോ ഹറാമാണ്, കുറ്റകരമാണ്. സംശയമില്ല. സംശയമുണ്ടോ? ഇല്ല, പറ്റൂല. അള്ളാന്റെ നിയമം അതാണ്. പിന്നെ നാട്ടുകാർക്ക് നിയമം പലതും വേറെ ഉണ്ടാവും, നോക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഓല ഒപ്പിരിക്കുക? അപ്പൊ അതല്ല വലിയ ഇഷ്യൂ. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുക്കല്ലഫീങ്ങളായ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും പറയട്ടെ, അവരോട് പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണല്ലോ. നിങ്ങളങ്ങനെ തൊട്ടുരുമ്മി നിൽക്കാനുള്ളവരല്ല, നിങ്ങൾക്കത് പാടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്കത് പൊരുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് നിങ്ങൾ ഒരുമിച്ചൊരു എക്സ്കർഷൻ പോവുകയാണ്, ഒരു പിക്നിക്ക് പോവുകയാണോ, സ്റ്റഡി ടൂർ പോവുകയാണെങ്കിൽ ഒരു അന്യ പെണ്ണിന്റെ കൂടെ നീ സീറ്റിലിരിക്കണ്ട. അത് നിനക്ക് പാടില്ലാത്തതാണ് സഹോദര. നിനക്ക് പ്രായപൂർത്തിയായാൽ പറ്റൂല. ക്ലാസ് റൂമിൽ ഒരുമിച്ചിരിക്കുന്നത്, ഒരുമിച്ചുള്ള യാത്രകൾ, സ്പർശനങ്ങൾ, തൊടൽ, ചുംബന സമരങ്ങളൊക്കെ നടത്തി നേതൃത്വം കൊടുത്ത ആളുകളാ പച്ചയായ വ്യഭിചാരത്തിന്റെ കണ്ണികളായി പിടിക്കപ്പെടുന്നത്. ആരാണ് ഇവിടെ സംസ്കാരം നിയന്ത്രിക്കേണ്ടത്? ആരാണ് ഇവിടെ നന്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അള്ളാഹുവിന്റെ നിയമമായ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ മുസ്ലിമിന് പകച്ചു പോകേണ്ടതില്ല. വളരെ കൃത്യമാണ്. പരിശുദ്ധ നബിയേ,
കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയേ പറയണം, കുല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് പറഞ്ഞോളൂ നബിയെ കണ്ണ് ചിമ്മണമെന്ന്. അങ്ങ് പറഞ്ഞാൽ യഗുള്ളൂ, അവർ കണ്ണ് ചിമ്മുന്നവരാണ്. ഒരു കൽപ്പനയുടെ ഒരു ഇംപെറേറ്റീവായ ഒരു സെന്റൻസ് അവിടെ മറക്കപ്പെട്ടിരിക്കുകയാണെന്നാണ്. മറുപടിയാവുന്നത് യഗുള്ളൂ എന്ന് അങ്ങ് പറഞ്ഞാൽ യഗുള്ളൂ, അവർ കണ്ണ് ചിമ്മുന്നവരാണ്. നബിയെ നിങ്ങൾ പറഞ്ഞാൽ മതി, അവർ കേൾക്കും. നബിയെ മുഅ്മിനീങ്ങളോട് പറയണം, ചെറുപ്പക്കാരോട് പറയണം, അന്യ പെണ്ണുങ്ങളിലേക്ക് നീ നോക്കല്ല, കണ്ണ് ചിമ്മണേ. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കണമെന്നും പറയണം. കണ്ണ് ചിമ്മാത്തവന് വ്യഭിചരിക്കാതിരിക്കാൻ കഴിയില്ല. കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവന്റെ ശരീരം വ്യഭിചരിക്കും. അതാ ഖുർആൻ പറയണത്. കണ്ണാണ്, നോട്ടമാണ് ഹൃദയത്തിലേക്ക് പോകുന്ന മെസ്സേജ്, ഖൽബിലേക്ക് പോകുന്ന കണക്ഷൻ കണ്ണിലൂടെയാണ്. വഖുല്ലിൽ മുഅ്മിനാതി, മുഅ്മിനാത്തുകളോട് പറയണേ, യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന, അവരും കണ്ണു ചിമ്മണമെന്ന് പെൺകുട്ടികളോടും പറയണം. പിന്നീട് ഒപ്പം ഇരിക്കുന്ന വിഷയം, അപ്പുറം ഇപ്പുറം ഇരിക്കുകയാണെങ്കിൽ തന്നെ കണ്ണുമ്മണെന്നായി പറഞ്ഞത്. ഇസ്ലാമിന്റെ നിയമം ഇതാണ്. രാജ്യത്തിന്റെ നിയമമോ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമമോ അല്ലെങ്കിൽ സെക്കുലർ നിയമങ്ങളോ ഇതൊന്നുമല്ല. അള്ളാന്റെ നിയമം എങ്ങനെയാണ്? മുസ്ലിമീങ്ങൾ കേൾക്കുക, അല്ലാത്തവരിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു വരും. ഒരു പറഞ്ഞോട്ടെ, നാവൊന്നും പിടിച്ചു വെക്കാൻ പറ്റൂല മനുഷ്യന്മാരെ. അത് ചാനലിൽ കയറിയിട്ടും റേഡിയോയിലോ ഓൺ എയറോ ഓഫ് എയറോ ഒക്കെ പലതും പറഞ്ഞു വരും. അവരങ്ങനെ പറഞ്ഞോട്ടെ, നമ്മൾ ഇതും പറയും. അള്ളാഹുവിൻ്റെ നിയമം ഇതാണ്. ഇത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇബാദത്താണ്. ചെറുപ്പക്കാർക്ക് ഒരു ദിവസം ഒരു അങ്ങാടിയിൽ കയറിറങ്ങി വന്നാൽ എത്ര കൂലി കിട്ടും, എത്ര പ്രതിഫലം കിട്ടും? ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അന്യ ആളുകളുമായി ഇടപെടേണ്ടി വരുമ്പോൾ കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടം നടത്താനുള്ള അത്യാവശ്യമായ നോട്ടവും സംസാരവുമല്ലാതെ കച്ചവടക്കാർക്കും പാടില്ലല്ലോ. ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു, അത്യാവശ്യമായ ഇടപെടലുകളല്ലാതെ പറ്റൂല. നബിയെ പറയണം, യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയും നബിയെ, അങ്ങ് പറഞ്ഞാൽ അവർ കേൾക്കും. അങ്ങ് പറഞ്ഞാൽ കേൾക്കും നബിയെ. കോളേജിലേക്ക് പോയി വരുമ്പോ എത്ര തവണ കണ്ണ് ചിമ്മിയതിന്റെ ഇബാദത്തിന്റെ കൂലി കിട്ടും നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്ക്, നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് എത്ര ഇബാദത്തിന്റെ കൂലി കിട്ടും? നഷ്ടപ്പെടുത്തി കളയല്ല ചെറുപ്പക്കാരാ. ഒരുപാട് സുന്നത്ത് നിസ്കരിക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ല എന്ന് വരും. കണ്ണ് ചിമ്മിക്കൂടെ? ഞാൻ നോക്കുന്നില്ല, ഞാൻ പറയുന്നില്ല, ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ ഇടപെടുന്നില്ല, ഞാൻ തൊടുന്നില്ല. എനിക്കത് അല്ലാഹു അനുവദിച്ചിട്ടില്ലല്ലോ. എനിക്കെന്റെ നിക്കാഹിലൂടെ വിവാഹം ചെയ്ത് അനുവദിക്കപ്പെടുന്ന ഭാര്യയോടല്ലാതെ എനിക്കത് പാടില്ലല്ലോ. കഴിഞ്ഞു. അത്രയുള്ള വിഷയം. വളരെ സിമ്പിളാണ്. ടേക്ക് ഇറ്റ് ഈസി. അള്ളാഹുവിന്റെ നിയമം ഭാരമുള്ളതല്ല, വളരെ ഈസിയാണ്. ഭയങ്കര സന്തോഷം കിട്ടും കൽബിന്, എന്തെന്നില്ലാത്ത റാഹത്ത്. മഹാന്മാരായ പണ്ഡിതന്മാരിൽ പ്രമുഖനാണല്ലോ അല്ലാമ ശഅബി റളിയല്ലാഹു അൻഹു. ഞാൻ പറയാണ്, അതൊരു ഇമാം ശഅബി തങ്ങളുടെ ഒരു അഭിപ്രായമാണ്, നമ്മൾ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് പറയാൻ എന്താണെന്നറിയോ, നമുക്ക് ചിലപ്പോൾ ഒരു അത്ഭുതം തോന്നും, പഠിച്ചോൻ അങ്ങനെയൊക്കെ ഉണ്ടോന്ന്. ഉണ്ട്. ഇമാമുനാ ശഅബി തങ്ങൾ പറഞ്ഞു, വകരിഹ ശഅബിയു അൻ യുദീമ റജുലു നദറ ഇലാ ഇബ്നതിഹി ഔ ഉഖ്തിഹി. ഇമാം ശഅബി തങ്ങൾ പറയുന്നു, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് കറാഹത്താണ്, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടുന്ന വിഷയമാണ്. എന്ത്? തന്റെ പ്രായപൂർത്തിയെത്തിയ സഹോദരിയിലേക്കോ പ്രായപൂർത്തിയെത്തിയ പെൺമക്കളിലേക്കോ തുറിച്ചിങ്ങനെ കണ്ണുവെച്ച് രസം മൂത്ത് നോക്കുന്ന നോട്ടം ആ മനുഷ്യൻ ചെയ്യാൻ പാടില്ല. സ്വന്തം മോളാണ് ശരിയാണ്, സ്വന്തം പെങ്ങളാണ് ശരിയാണ്, പക്ഷേ വൈകാരികമായ ചിന്തകൾ വരുന്ന രൂപത്തിലുള്ള ഇങ്ങനെ കണ്ണെടുക്കാതെയുള്ള നോട്ടം പുരുഷന്മാർക്ക്, ചെറുപ്പക്കാർക്ക്, സഹോദരന് സഹോദരിയോട് പോലും, വാപ്പാക്ക് മക്കളിലേക്ക് പോലും. കഥ നമ്മൾ പറയണ്ടല്ലോ, എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നതെന്ന് പറയണോ? വേണ്ടല്ലോ, നമ്മൾ അറിയുന്നില്ല എന്തൊക്കെയാ നടക്കുന്നത്. ഉമ്മമാരും കുട്ടികളുമുള്ള സദസ്യം നമുക്കത് പറയാൻ പറ്റുമോ? അതുകൊണ്ട് സഹോദര, പിശാച് വരുന്ന വഴി പലതാണ്. ഹറാമിലേക്ക് കണ്ണു നട്ട് വ്യഭിചാരം പച്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മളിത് പറയുന്നത്. അവർക്കത് ലാഘവത്തോടെ തോന്നിയേക്കും, വളരെ സിമ്പിളല്ലേ എന്ന് തോന്നിയേക്കും. ക്യാമറകളുടെ മുമ്പിൽ നിന്നിട്ട് വ്യഭിചാരം നഗ്നമായി ചെയ്യുന്നൊരു സമൂഹമാണ് ആ സമൂഹത്തെയാണ് നമ്മുടെ മക്കൾ പച്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
എവിടുന്നാണ് തഖ്വ ഉണ്ടാവുക? എവിടെ നിന്നാണ് അള്ളാഹുവിനെ ഭയപ്പെടേണ്ട ഇൽമുണ്ടാവുക? എങ്ങനെയാണ് ആങ്ങളെയും പെങ്ങളെയും ഉമ്മയെയും ഭാര്യയെയും തിരിച്ചറിയുക? എങ്ങനെയാണ്? ഭ്രാന്ത് പിടിച്ചു പോവല്ലേ? ഒരല്പനേരത്തേക്ക് മനസ്സിന് വരുന്ന ഒരല്പനേരത്തെ മൂടൽ, ഒരൊറ്റ നേരത്ത് കള്ളുകുടിച്ചു വന്നിട്ട് ആ മദ്യാസക്തിയിൽ ആരാധന്റെ മുമ്പിലുള്ളതെന്ന് തിരിച്ചറിയാതെയുള്ള പെരുമാറ്റങ്ങളും ഇടപെടലുകളും, അതിലൂടെ സംഭവിക്കുന്ന വലിയ വലിയ അപകടങ്ങൾ പരിഹരിക്കണമെങ്കിൽ പിന്നെ ആത്മഹത്യയിലേക്ക് മനുഷ്യൻ ഓടിച്ചെല്ലുകയാണ്, തിന്മയിൽ നിന്ന് തിന്മയിലേക്ക്. പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ വാപ്പയുടെ പേര് ചോദിക്കുമ്പോഴാ പെൺകുട്ടി നിലവിളിച്ച് കരയുന്നത് മാത്രം ചോദിക്കല്ലേ, ജനന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പോവണ്ടേ, അത് മാത്രം പറയല്ലേ എന്ന് പറഞ്ഞ് പെൺകുട്ടി കരയാൻ തുടങ്ങി. നല്ല ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്ത കുട്ടി, ആ പെൺകുട്ടി ചെറുപ്പക്കാരിയാണ്. ആരോഗ്യമുള്ള ആൺകുട്ടിക്ക് ജന്മം കൊടുത്തിട്ട് ദിവസം 4 ആയിട്ട് ആള് വരുന്നില്ല, വാപ്പ വരുന്നില്ല കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ. ആ പെൺകുട്ടി സ്വകാര്യമായിട്ട് വളരെ വിഷമിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുന്നത് മറ്റാരുമല്ല, എന്റെ സ്വന്തം വാപ്പ തന്നെ. മുസ്ലിമായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെയാണ് ഇമാമുന ശഅബി തങ്ങളുടെ വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വകരിഹ ശഅബിയു അൻ യുദീമ റജുലു നദറഹു ഇലാ ഉഖ്തിഹി ഔ ഇബ്നതിഹി. സ്വന്തം മോളാണ്, ശരിയാണ്, പ്രായമെത്തിയ കുഞ്ഞിലേക്ക്, പ്രായപൂർത്തിയെത്തിയ സ്വന്തം പെങ്ങളിലേക്ക് നീ വൈകാരികമായ കണ്ണുകൊണ്ടുള്ള നോട്ടം നോക്കല്ലേ. ആള് മഹ്റമ തന്നെയാണ്, പക്ഷേ ആ നോട്ടം നിനക്ക് കുറ്റകരമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ആലിമീൻ. ഇതൊക്കെ മുമ്പേ പറഞ്ഞു കൊടുത്തതാണ്, നിനക്കങ്ങ് ചെയ്യണം, എന്നാ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നടന്നങ്ങോട്ട് പോകാം. മഹാനായ അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, ലോകം കണ്ട പ്രമുഖന്മാരിൽ പ്രമുഖരാണ് അത്താ റളിയല്ലാഹു അൻഹും സുലൈമാൻ തങ്ങളും. മദീന വഴി ഹജ്ജിന് പോവുകയാണ്. മദീനയുടെ വഴിയിലൂടെ അബവായിലെത്തിയപ്പോഴാണ് അവർക്ക് വിശ്രമിക്കേണ്ട സമയമാകുന്നത്. അബവാ ഓർമ്മയുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വാപ്പ കിടക്കുന്നത് എവിടെയാണ്? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് അബവായിലാണ്. ഉമ്മ കിടക്കുന്നതും അബവാഇന്റെ പരിസരത്താണ്. വാപ്പ കിടക്കുന്നതും ഉമ്മ കിടക്കുന്നതും മദീനയുടെ പരിസരത്താണ്. അല്ലാത്ത അത്ഭുതല്ലേ അത്? നിബിതങ്ങൾ കിടക്കുന്നത് മദീനത്ത്, വാപ്പ തങ്ങൾ ജനിക്കുന്നതിന്റെ ഒരല്പം മുമ്പ് സിറിയയിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴാ പനി ബാധിച്ച് മദീനയിലെത്തിയപ്പോ, അന്ന് യസീബാണ് മദീനയുടെ പേര്, അവിടെയാണ് വാപ്പ മരിക്കുന്നത്. നബി തങ്ങളുടെ ഉപ്പയെ മറവ് ചെയ്യപ്പെട്ടത് മദീനയിലാണ്. 6 വയസ്സുള്ളപ്പോ മുത്ത് നബിയോ കൈപിടിച്ച് ഉമ്മ യസീബിലേക്ക് കൊണ്ടുപോയപ്പോ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹാ മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അബവായിലെത്തിയപ്പോഴാണ് അസുഖം ബാധിച്ചത്. ഉമ്മ കിടക്കുന്നതും മദീനയുടെ പരിസരത്ത്, വാപ്പ കിടക്കുന്നതും അവിടെ. പൊന്നുമോൻ റഹ്മത്തുല്ലിൽ ആലമീൻ കിടക്കുന്നതും മദീനയിൽ തന്നെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കി ഉഷാറില്, ശരിക്കും കുടഞ്ഞ, വാച്ചൊന്നും തെറിക്കണ്ട, മെല്ലെ കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ടൊന്ന് ഒരു ചെറിയൊരു എക്സസൈസ് ഒക്കെ ചെയ്യാം. ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ടേ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് രണ്ടാമത് ഒന്ന് ക്ലിയറായി നടന്നോട്ടെ. നിങ്ങൾ എണീക്കുമ്പോൾ ഞാൻ ഇരിക്കാൻ വേണ്ടത്, ഞാൻ ഇരുന്നാൽ നിങ്ങൾ നേരം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഞാൻ ഇരിക്കണില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കയ്യും കാലിൻ്റെ തരിപ്പൊക്കെ മാറിയായിരുന്നോളി ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. സ്റ്റേജുമുള്ളവർ എഴുന്നേൽക്കണ്ടേ, അതൊരു ഭംഗിക്കുറവാണല്ലേ, ഞാൻ പറയാൻ മറന്നതാണ്, ക്ഷമിക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ സുലൈമാൻ റളിയല്ലാഹു അൻഹും സുലൈമാൻ ഇബ്നു യസാറും അതുപോലെ അതാ ഇബ്നു യസാർ തങ്ങളും മദീന വഴി അബവാഇ വഴി മക്കയിലേക്ക് ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുലൈമാൻ തങ്ങൾ, അതാ എന്നവരും കൂടെ പരിചരിക്കുന്ന ആളുകളുണ്ട്. വലിയ വലിയ ആലിമീങ്ങളും സാദാത്യങ്ങളുമാണ്, രണ്ടുപേരും വലിയ മഹാന്മാരാണ്. അവര് പറഞ്ഞു അബവായിലെത്തിയപ്പോ കുറച്ച് ഭക്ഷണം വാങ്ങിച്ചിട്ട് വരാം. അച്ഛാ എന്നവര് പോയി. കൂടെയുള്ള പരിചാരകരും ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു 30 വയസ്സിന്റെ ആ സമയമാണെന്നാ, നല്ല സുമുഖനായ, കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ് മഹാനായ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. നബിയുടെ ഒക്കെ വഫാത്തിന്റെ ഒക്കെ ശേഷമുള്ള സംഭവം ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കും.
വലിയ അത്ഭുതമാണ്. അങ്ങനെയൊക്കെയുള്ള തഖ്വയൊക്കെ അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. അമീൻ. അങ്ങനെയൊക്കെ കണ്ണ് ചിമ്മാനും ശരീരം കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ബോഡിയിലെ പാഷൻസ് ആൻഡ് കപ്രീസസ് അതൊക്കെ നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ നല്ല വിജയം ഉണ്ടാവും. അള്ളാഹു തആല നമുക്ക് നഫ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു തരട്ടെ. നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ അള്ളാഹു ഇത് തരട്ടെ. തോന്നുന്നത് അങ്ങോട്ട് ചെയ്യുക, അതാണല്ലോ വിഷയം. നമ്മൾ ചെയ്തുകൂടല്ലോ. നമുക്ക് തോന്നുന്നൊക്കെ ചെയ്യാൻ പറ്റുമോ? പോലീസുകാർ വിടുമോ? നമ്മളെ നാട്ടുകാർ വിടുമോ? അള്ളിയും വിടൂല. അതന്നെ വിഷയം. നമുക്ക് തോന്നിയതൊന്നും ചെയ്യാൻ പറ്റുന്ന ലോകമല്ല ഇത്. അപ്പോൾ കൺട്രോൾ ചെയ്യണം. അതിന് അത്രന്നെ അള്ളിയും പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ കൺട്രോൾ ചെയ്യണം. തോന്നുന്നതൊക്കെ ചെയ്യണ്ട. ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഒന്ന് എറണാകുളത്ത് നിന്ന് വരുമ്പോഴേ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ബീവറേജിൻ്റെ മുമ്പിൽ നല്ല സൊഫായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, റബ്ബേ എന്തോരം നല്ല അച്ചടക്കമുള്ള സൊഫ്. ഇങ്ങനെ ഒരു അച്ചടക്കം എവിടെയും കാണാറില്ല അല്ലേ? എന്തോ ഒരു അച്ചടക്കത്തിൽ അങ്ങനെ നിൽക്കുകയാണ് മണിക്കൂറുകളോടെ. അത് വാങ്ങി കീശയിലും വെച്ച് പോകാനാണ് നിൽക്കുന്നത്. അപ്പോൾ തൊട്ടുപുറത്തൊരു ബോർഡും കണ്ടു, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. അങ്ങനെ തൃശ്ശൂർ എറണാകുളത്തിൻ്റെ ഇടയിൽ നമ്മുടെ തൃശ്ശൂർ ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ ഞാൻ വെറുതെ തമാശ പറഞ്ഞു, എന്ത് മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, അതാണിപ്പോൾ ബോർഡ്. മദ്യപിച്ച് സ്കൂളിൽ പോകാൻ പറ്റുമോ? ഇല്ല. മദ്യപിച്ച് ഓഫീസിൽ പോകാൻ പറ്റുമോ? ഇല്ല. മദ്യപിച്ച് ചർച്ചിലും അമ്പലത്തിലും പോകാൻ പറ്റുമോ? പറ്റൂല. മദ്യപിച്ച് പഞ്ചായത്തിൽ പോകാൻ പറ്റുമോ? ഇല്ല. മദ്യപിച്ച് റോഡ് കൂടെ നടക്കാൻ പറ്റുമോ? പിന്നെ എപ്പോഴത് പറ്റുക? ഇസ്ലാം പറഞ്ഞു ഞങ്ങളിത് തൊടണ്ട. ചിലർ ഉള്ളിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ഉള്ളിൽ തന്നെ കിടക്കുന്ന വല്ല ഗ്യാരണ്ടി ഉണ്ടോ? മദ്യപിച്ച് വരേക്ക് പോകാൻ പറ്റുമെന്ന് ആരെ പെർമിഷൻ തന്നത്? മദ്യപിച്ച് വാഹനം ഓടിക്കണ്ടെന്ന് പറയുമ്പോഴേ അത് കഴിഞ്ഞാൽ വാഹനം കൊണ്ട് ഹാൾട്ട് ചെയ്ത് ഞങ്ങൾ കുടിച്ചോളിന്നതിന് അർത്ഥം വരുന്നുണ്ടോയെന്ന് എൻ്റെ സംശയം. അത് ഒരിക്കലും കുടിക്കണ്ടെന്ന് ഇസ്ലാം പറഞ്ഞു. വിഷയം തീർന്നു, അത്രേ ഉള്ളൂ. ഇത് എവിടെയും പറ്റൂലല്ലോ. നിങ്ങൾ തൊടേണ്ടത് അത്ര തന്നെ ഉള്ളൂ. വിഷയം തീർന്നു, അത്രേ ഉള്ളൂ. നിങ്ങളത് തൊടണ്ട. അള്ളാഹുവിൻ്റെ നിയമം അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇതൊന്നും ഇവിടെ ഒന്നും പറ്റൂലല്ലോ, അള്ളാഹ്ക്കത് തീരെയും പറ്റൂല. വിഷയം തീർന്നു, അത്രേ ഉള്ളൂ. അത് നമുക്ക് കണ്ട് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. 10,000-കണക്കിന് ഫ്രഷ് ജ്യൂസുകളും നല്ല നല്ല ഡ്രിങ്ക്സുകളും അവൈലബിൾ ആകുന്ന ലോകത്താണ് ഈ ബീവറേജിൻ്റെ പിന്നാലെ ചെറുപ്പക്കാർ പോകുന്നത്, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ പിന്നാലെ പോകുന്നത്. എത്രയോ ഹലാൽ, അതൊക്കെ മാറ്റിയിട്ട് കള്ളന്നെ മതി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. കൂട്ടുകാരും ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി അബവാഇലിന്റെ ടൗണിലേക്ക് നടന്നപ്പോഴാണ് സുലൈമാൻ റളിയല്ലാഹു അൻഹു ഒറ്റക്കാവുന്നത്. ഒറ്റക്കാവുമ്പോൾ എന്താ ചെയ്യുക? ഇപ്പം ചിലപ്പോൾ ഉണ്ടാവും കുട്ടികളൊക്കെ, ഇന്നിപ്പോൾ ഈ വാലിന് ഉമ്മയും വാപ്പയും മുതിർന്ന ജ്യേഷ്ഠനും ഒക്കെ പോരുമ്പോൾ ചിലപ്പോൾ പെങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും +2നോ ഡിഗ്രിക്കോ പഠിക്കണത്, എനിക്ക് നാളെ കുറേ ഹോംവർക്ക് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോരുന്നില്ല. അല്ലെങ്കിൽ നാളെ സ്കൂൾ ഒഴിവാണ്, നാളെ ഒഴിവാണല്ലേ, തിങ്കളാഴ്ചക്ക് തീർക്കാനുള്ള അസൈൻമെൻ്റ് ഉണ്ട്, ഞായറാഴ്ച കൂടി ഇരുന്നാലേ തീരുള്ളൂ, അതുകൊണ്ട് ഞാൻ പോരില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി പോയിട്ട് എന്തൊക്കെയാണ് വേളെന്നൊക്കെ. ചിലപ്പോൾ ഈ ഒറ്റക്കാവുമ്പോഴാണ് പിശാച് കൂടെ വരിക. അപ്പോൾക്ക് ഇങ്ങനെ തോന്നുന്നു, ഏതായാലും ഇപ്പം ഉമ്മയും വാപ്പയും ഇവിടെ അല്ല, എന്നാൽ പിന്നെ മറ്റൊന്ന് വിളിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഈ പിശാചിൻ്റെ ചിന്ത വരിക ഒറ്റക്കാവുമ്പോൾ. ഖൽവത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അതാണ് ഈ ഒഴിവ് കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു നിഅമത്താണെന്നാണ്. ഒഴിവിട്ട് ഒരു പണിയില്ലാത്ത ആൾക്കാരുണ്ടാവും, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പണിയുള്ളവരാണ് ഈ 100,000 പണി ചെയ്യണതെന്നാണ്. ഒരു 100,000 പണിയാണ്, അതിൻ്റെ അപ്പുറത്താണ് വേറെ എക്സ്ട്രാ പണി വരിക. എന്നാൽ പണിയില്ലാത്തവർക്ക് ഒരു പണിയില്ല. ഈ പണി ഇല്ലാതിരിക്കുന്ന വലിയ നിഅമത്താണ്. ആ നിഅമത്ത് നമ്മൾ നശിപ്പിക്കുക എങ്ങനെ? ആ സമയത്ത് തെറ്റ് ചെയ്തിട്ട്, അരുതാത്തത് കണ്ടിട്ടോ ചെയ്തിട്ടോ പ്രവർത്തിച്ചിട്ടോ കേട്ടിട്ടോ. ഭയങ്കര നന്ദികേടല്ലേ അത്? ഒരു മനുഷ്യന് ഒഴിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമല്ലേ? ജോലിത്തിരക്കും ഭാരമുള്ള ആളുകൾക്ക് അതിൻ്റെ രസം അറിയുള്ളൂ. ജോലിക്ക് പോകുന്നവർക്ക് ഈ വീക്കെൻഡിൻ്റെ രസം അറിയുള്ളൂ. ജോലിയില്ലാത്തവർക്ക് എന്താ? ആ ഒരു ഒഴിവ് സമയം അല്ലാഹ് തരുന്നത് വലിയ സൗഭാഗ്യമാണ്. ആ നേരം തെറ്റ് ചെയ്യുക, എന്നിട്ട് ആ തന്ന നിഅമത്തിനെ നമ്മൾ നിഖ്മത്തായിട്ട് ശിക്ഷയാക്കി മാറ്റുക. മഅദല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കൂട്ടുകാരൊക്കെ ഭക്ഷണം മേടിക്കാൻ വേണ്ടി പോയപ്പോ മഹാനായ സുലൈമാൻ എന്നിവിടെ മനസ്സിൽ വന്നു. എല്ലാവരും പോയില്ലേ, ആരുമില്ലല്ലോ, എന്ത് ചെയ്യാം? തൻ്റെ ചെറിയ കൂടാരമുണ്ട്, ടെന്റുണ്ട്. അറബികൾ കൊണ്ടു നടക്കുന്ന, യാത്രയിൽ കൊണ്ടു നടക്കുന്ന ടെന്റുണ്ട്. ആ ടെന്റിന്റെ അകത്ത് മുസല്ല വിരിച്ചു. മെല്ലെ ചെന്ന് വുളു എടുത്തിട്ട് ആ മുസല്ലയിലേക്ക് വന്നിട്ട് അല്ലാഹു അക്ബർ. ഒരു മനോഹരം മരുഭൂമി, നിശബ്ദമാണ്, ചുറ്റും മലകളാണ്, യാത്ര പോവുകയാണ്. ചെറിയൊരു ഇടം കണ്ടപ്പോൾ അവിടെ
ചെറിയ ടെന്റ് കെട്ടി കൂട്ടുകാരൊക്കെ ഭക്ഷണം മേടിക്കും. ഞാൻ ഒറ്റക്കല്ലേ, ഒറ്റക്കാകുമ്പോൾ ഞാൻ എൻ്റെ അള്ളാഹുവിനെ ഒറ്റക്കൊന്ന് ഓർക്കട്ടെ, ഞാൻ ഒറ്റക്കാണ്, എന്നാൽ കുറച്ച് ഖുർആൻ ഓതട്ടെ, ആരും അറിയണ്ട, ഞാൻ ഒറ്റക്ക് ഓതട്ടെ. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനും എൻ്റെ റബ്ബും എൻ്റെ കൂടെയുള്ള മറ്റുള്ള ആളുകളൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു മാറ്റി നിർത്തിയിട്ട് ഞാനും അവനും ഒരുമിച്ചാവാൻ അള്ളാഹുവിന് ആഗ്രഹമുണ്ടായി കാണണം. എന്നാൽ ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് തലചാച്ചിട്ട് എൻ്റെ റബ്ബിനോടൊന്ന് തല താഴ്ത്തി ഞാനൊന്ന് പറയട്ടെ, അല്ലാഹു അക്ബർ എന്ന് സുജൂദിലേക്കും റുക്കൂഇലേക്കൊക്കെ പോയിട്ട് എൻ്റെ റബ്ബിനോടൊന്ന് നിസ്കരിക്കട്ടെ. അങ്ങനെ നമുക്ക് തോന്നേണ്ടത്. അങ്ങനെയൊക്കെയുള്ള മനസ്സ് അള്ളാഹു നമുക്ക് തരട്ടെ. ഒരാൾ തൻ്റെ അനുഭവം പറഞ്ഞു. കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ഡോക്ടറുടെ അടുത്ത് വലിയ ക്യൂ. നമുക്ക് ഡോക്ടർമാരുടെ അടുത്താണ് വലിയ ക്യൂ ഉണ്ടാവുക. കുട്ടികളൊക്കെ അസുഖം മാറാൻ വേണ്ടി വലിയ ദുആയുടെ ലിസ്റ്റ് വരാൻ കാരണം എനിക്ക് തോന്നുന്നു ഒന്നാ ഡോക്ടറെ അടുത്ത് പോകാൻ ഇടങ്ങേറ് തന്നെ. ബുദ്ധിമുട്ടാണത്. അവിടെ ചെന്നിട്ട് അവിടെ കാത്തിരിക്കണം. ആ ടോക്കൺ കിട്ടിയിട്ട് കൊതുകും കടിച്ചിട്ട് അങ്ങനെ ഇരിക്കണം. ഡോക്ടറെ അടുക്കണ്ട് എഴുന്നേറ്റ് പോയി വരുന്നു, തിരിച്ചു വരണം. റബ്ബേ, എത്ര ആൾ കഴിയണം ഇനി അടുത്ത ടോക്കൺ കിട്ടാൻ, ഇത്രയും നേരം. ഇപ്പം ഇയാൾ പറയാം, ഞാൻ മുഖത്ത് നോക്കുമ്പോൾ ഓരോരുത്തർ ടെൻഷൻ അടിച്ചിട്ട് ഇടയ്ക്കൊരു ടോക്കൺ വിളിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കും. അപ്പോൾ ആ ടോക്കൺ നമ്പറിൻ്റെ ആൾ മാത്രം അങ്ങ് പോവും, ബാക്കിയുള്ളവരൊക്കെ പിന്നെയും ടെൻഷനിലേക്ക്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. അവൻ്റെ കയ്യിൽ ചെറിയൊരു മുസ്ഹഫ് ഉണ്ട്. ചെറിയൊരു മുസ്ഹഫ്, ഒരു പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന മുസ്ഹഫ്, നമ്മുടെ ചെറിയ പോക്കറ്റ് മുസ്ഹഫ്, ചെറിയ മുസ്ഹഫ്. ആ ചെറുപ്പക്കാരൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവനങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഖുർആൻ. അവനവൻ്റെ കൂടെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഖുർആൻ അങ്ങനെ ഓതുകയാണ്. ഞാനിത് ശ്രദ്ധിച്ചിട്ട് വല്ലാത്ത അത്ഭുതം. ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഈ ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പേ വന്നിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. മാഷാ അല്ലാഹ്. അപ്പൊ നിസ്കരിക്കാൻ നേരായി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിസ്കരിക്കുന്ന ആ പ്രയർ റൂമിലേക്ക് പോകുമ്പോൾ ചെറുപ്പക്കാരൻ അവിടെ ഉണ്ട്. എനിക്ക് തോന്നി ഇയാളുടെ അടുത്ത് പോയിട്ട് നിസ്കരിക്കണമെന്ന്. പക്ഷെ അത് സാധിച്ചില്ല. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചെറുപ്പക്കാരാ, എനിക്ക് വല്ലാത്ത ഇഷ്ടമായി കേട്ടോ നിങ്ങൾ ആ ഖുർആൻ ഓതിയത്. അങ്ങനെ നമ്മൾ പറയാം, ഒരാളോട് അങ്ങനെ നല്ല കാര്യം ചെയ്യുമ്പോൾ അത് പറയൽ നല്ല കാര്യമാണ്. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. എങ്ങനെ നിങ്ങളിതൊക്കെ ചെയ്യണത് എന്ന് ചോദിച്ചു. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, പിന്നെ നമ്മൾ ആർക്കാണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ 1.5 മണിക്കൂറൊക്കെ ഖുർആൻ ഓതാൻ നേരം കിട്ടുക? ആർക്കാ നേരം കിട്ടുക 1.5 മണിക്കൂറൊക്കെ വീട്ടിലിരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ? കിട്ടുമോ? ഇല്ല. നേരെ മറിച്ച് നിങ്ങൾ ഡോക്ടറെ വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് അവിടെ നിന്നേ പറ്റൂ. ആ നേരം മുതലെടുക്കുക, ആ സമയം ഖുർആൻ ഓതുകയാണ്. കാരണം 1.5 മണിക്കൂർ സമയം എനിക്ക് കിട്ടി, ഞാൻ ഒരുപാട് ഓതി എന്നാ ചെറുപ്പക്കാരൻ പറയാൻ. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്കും ചെറിയൊരു മുസാഫ് കൊണ്ടു നടന്നൂടെ? കാരണം നമുക്കൊന്നും ഇങ്ങനെ സമയം കിട്ടില്ലല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഖുർആൻ എടുത്തിട്ട് ഓതുക. വലിയ വെയിറ്റിംഗ് ഇബാദത്തായി മാറി. ആ വെയിറ്റിംഗ് ഇബാദത്താണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീക്ക് തരട്ടെ. അല്ലാതെ ഒന്നും നമ്മൾ ഇരിക്കൂല. പ്രത്യേകിച്ച് വാട്സപ്പൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ ടിങ് 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 എന്ന് പറയുമ്പോൾ അങ്ങനെ എടുത്ത് നോക്കുകയാണ്, ആരാടി വിട്ടത്, എന്താ പിന്നെ അടുത്ത കഥ, പുതിയത് എന്താണ്, വല്ല ഒഴിവുണ്ടോ? പെണ്ണുങ്ങൾക്ക് തീരെ ഒഴിവില്ലാത്ത, ഭക്ഷണമൊക്കെ ഇപ്പോൾ വളരെ ലേറ്റായിട്ട് ഉണ്ടാക്കണമെന്നാണ് കേട്ടത്. വാട്സപ്പ് കുത്തിരന്നിട്ട് നേരം കിട്ടണില്ല പെണ്ണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും. ഓരോരോ ഗ്രൂപ്പിൽ നിന്ന് ഓരോന്ന് വരുമ്പോൾ അതിനൊക്കെ മറുപടി ആക്കണ്ടേ? എപ്പോഴാണ് നമ്മൾ ഖുർആൻ ഓതുക? പിന്നെ അള്ളാഹുനും കൂട്ടുകാരും പോയി വരുമ്പോഴേക്കും എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഒരുപാട് റക്അത്ത് എനിക്ക് നിസ്കരിച്ചിരിക്കണം. അങ്ങനെ തന്റെ മുസല്ല വിരിച്ച് ടെന്റിലേക്ക് കടന്നു. സുമുഖനായ 30 തികഞ്ഞു നിൽക്കുന്ന മഹാനായ സുലൈമാൻ ഇബ്നു യസാർ ഷാം എന്ന് വരികയാണ്. ആ മഹാൻ മുഖകാന്തി ഉണ്ടായിരുന്ന, മുഖത്ത് നല്ല പ്രസന്നതയുണ്ടായിരുന്ന, നല്ല ഭംഗിയുള്ള ആളാണ് അത്താ തങ്ങളും സുലൈമാൻ തങ്ങളും. പക്ഷെ അത്താ എന്നവർ പോയിട്ടുണ്ട്, സുലൈമാൻ തങ്ങളാ ബാക്കിയുള്ളത്. ആ നേരത്തെ എൻ്റെ റബ്ബല്ലാതെ മറ്റാരുമില്ലാത്ത നേരത്ത്, കെട്ടിയിട്ട തന്റെ ഒട്ടകമല്ലാതെ മറ്റൊന്നും പരിസരത്തില്ല. ആ നേരത്താണ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി തന്റെ ചെറിയ ആ ഒരു കൂടാരത്തിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുകയാണ് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ്. എന്ത് രസമായിരിക്കും ആ ഫീലിംഗ്! സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആരോ വാതിൽക്കൽ വന്ന പോലെ, ഒരൊട്ടകത്തിന്റെ കാലൊച്ച കേട്ട പോലെ ഇപ്പൊ തോന്നി, ആരോ യാചകനോ യാചിച്ചു വരുന്ന ആരോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരം വളരെ പെട്ടെന്ന് അങ്ങ് തീർത്തു. കാരണം ഒരാൾ വെയിറ്റ് ചെയ്യുമ്പോ അതിൻ്റെ ഒരു മര്യാദ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് നിസ്കാരം തീർത്തു. നോക്കുമ്പോൾ ഒരു പെണ്ണാണ് വന്നിരിക്കുന്നത്. അലകി ഹാജ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. നഅം, ഉണ്ട്. എന്താണ്? ഖും ഫഅസ്ബ് മിന്നി, മരുഭൂമിയിലെ താഴ്വരയിൽ താമസിക്കുന്ന ബദുവിൻസ് ഉണ്ട്. ബദവികളായ ആളുകള്, ബദുക്കളായ ആളുകൾ. അവരിൽ നല്ല ഭംഗിയുള്ള ഒരു സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണാണ് വന്നിരിക്കുന്നത്. ഖും ഫഅസ്ബ് മിന്നി,
എഴുന്നേൽക്കണം, എഴുന്നേൽക്കണം. ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് എന്ത് ലഭിക്കുമോ അതാവാം. അവർ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് ഇലൈകി അന്നീ, തിരിച്ചുപോ, തുഹർരിഖീനി വനഫ്സകി ബിന്നാർ, എന്നെയും നിന്നെയും നരകം കൊണ്ട് കരിക്കാനാണോ നീ വന്നത്, പോയി ഇവിടുന്ന് എന്ന് പറഞ്ഞു. അവൾ പോയില്ല. കും ഫാസിബ് മിന്നീ എന്ന് പറഞ്ഞപ്പോ മഹാനായ സുലൈമാൻ എന്നവർ കരയാൻ തുടങ്ങി, തേങ്ങി കരയാൻ തുടങ്ങി. ചെറുപ്പക്കാര് മനസ്സിലാക്കണം, ഏതെങ്കിലും പെൺകുട്ടിയെ വഴിപഴപ്പിക്കാൻ പിന്നാലെ നടക്കുന്നവരല്ലത്. തന്നെ ഇങ്ങോട്ടൊരു വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കാൻ വന്നിട്ട് അള്ളാഹുവിനെ പേടിച്ച് പിന്മാറുന്ന ഒരു ചെറുപ്പക്കാരൻ യാത്രയിലാണ്, തന്റെ കുടുംബം കൂടെയില്ല. ആരെങ്കിലും അറിയുമെന്ന പേടിയുണ്ടോ? അള്ളാഹു അല്ലാതെ മറ്റാരും അറിയാത്ത ഒരു മരുഭൂമിയുടെ നിശബ്ദതയിലാണിത്. ഖും ഫാസിബ് മിന്നീ, വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് ഇലൈകി അന്നീ, തിരിച്ചുപോ ഇവിടുന്ന്, തിരിച്ചുപോ എന്റെ മുമ്പിൽ നിന്ന്, തിരിച്ചുപോ, എനിക്ക് നിന്നെ കാണണ്ട. അതുഹർരിഖീനി വനഫ്സകി ബിന്നാർ, എന്റെ ശരീരവും നിന്റെ ശരീരവും നരകത്തെറിയാനാണോ നീ പോകുന്നത്? അള്ളാഹുവിന്റെ നരകമല്ലേ ഇതിന്റെ ശിക്ഷ, ഞാനതിനില്ല എന്ന് സുലൈമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫബകാ, പൊട്ടിക്കരച്ചിലായി. അള്ളാഹുവേ, ഈ ഒരു പരീക്ഷണം വേണോ പടച്ചവനെ എന്നോടിത് വേണോ റബ്ബേ? എന്തിനാണ് റബ്ബേ ഈ പരീക്ഷണം? നിന്റെ ഹജ്ജിനാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്, നിന്റെ കഅബ കാണാനാ ഞാൻ പോന്നുകൊണ്ടിരിക്കുന്നത്. നിനക്ക് വേണ്ടി നടന്നുപോയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആയിരക്കണക്കിന് മൈലുകൾ നടന്നുപോയ കാലിന്റെ അടയാളം നീ പിടിച്ചു വെച്ച മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി നിസ്കരിക്കാനാണ് റബ്ബേ ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്. എന്നോട് ഈ പരീക്ഷണം വേണോ പടച്ചവനെ? കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിലായി, പൊട്ടിക്കരച്ചിലായവിടെ. എന്റെ ചെറുപ്പക്കാരെ, ഇത് മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെയും നമുക്ക് പെരുമാറാൻ കഴിയും. ഏതെങ്കിലും ഒരു പ്രലോഭനമാകുമ്പോഴേക്കും, ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു പഞ്ചാര വർത്തമാനം കിട്ടുമ്പോഴേക്കും നീ അങ്ങ് ചാടി വീഴല്ല. ഉപദേശിക്ക്, നന്മ പറഞ്ഞു കൊടുക്ക്, നിന്റെ നഫ്സിനോട് പറയ്, നീ പിന്മാറ്, ഹറാമിലേക്ക് പോവല്ലേ. എന്റെ റബ്ബിനത് ഇഷ്ടപ്പെടില്ലല്ലോ. എന്റെ അള്ളാഹുവല്ലേ എന്നെ സംരക്ഷിച്ചത്, എന്റെ റബ്ബല്ലേ എന്നെ പടച്ചത്. ഞാനങ്ങ് കണ്ണു ചിമ്മിയാൽ എന്റെ റബ്ബിന്റെ കയ്യിലേക്കല്ലേ ഞാൻ പോയി കിടക്കുന്നത്, ഖബറിലേക്കല്ലേ. എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തുകൂടല്ലോ. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ, ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, കോളേജിൽ പോയി തിരിച്ചു വരുന്ന പെൺകുട്ടികൾ 90% തിരിച്ചു വരുന്നത് തന്റെ പുതിയാപ്പിളയെയും കൈപിടിച്ചിട്ടാണ്. അല്ലെങ്കിൽ തന്റെ ആരാണ് മുറച്ചെറുക്കൻ, അങ്ങനെ നല്ല പറയാ, തന്റെ ഭർത്താവ് ആരാൻ, പ്രതിഷ്ഠിത വരൻ ആരാൻ, തന്റെ വരൻ ആരാവണമെന്ന് തീരുമാനിച്ചിട്ടാണ് മുസ്ലിം പെൺകുട്ടികൾ കോളേജുകളിൽ നിന്ന് തിരിച്ചു വരുന്നത്. അധിക പേരും ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ റബ്ബിന്റെ അനുഗ്രഹം ലഭിച്ച ചില പെൺകുട്ടികൾ അച്ചടക്കത്തിൽ പോയി അച്ചടക്കത്തിൽ തിരിച്ചു വരുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്. എന്നാൽ 20-21 വയസ്സാകുമ്പോഴേക്കും വാപ്പയും ഉമ്മയും ഒരു കല്യാണം ആലോചിക്കുമ്പോഴേക്കും, വാപ്പ ഇന്നാലിന്നൊരുത്തനെ ഞാൻ ഉറപ്പിച്ചു വെച്ചു, എനിക്ക് അവനല്ലാതെ വേണ്ട എന്ന് നമ്മുടെ പെൺകുട്ടികൾ പറയുന്നിടത്തേക്ക് ഈ ബന്ധങ്ങൾ വളർന്നു പോയില്ലേ? എത്ര തെറ്റുകൾ സംഭവിച്ചു കാണും, എത്ര സംസാരങ്ങൾ, എത്ര കൂടെയിരിക്കലുകൾ, എത്ര യാത്രകൾ, എന്തെല്ലാം ആർക്കറിയാം. അല്ലാഹു നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് 18 വയസ്സിന് മുമ്പ് നിക്കാഹ് ചെയ്യാൻ പറ്റൂല എന്നാ, 18 ഇനി 19 എത്രയും പെട്ടെന്ന് നിക്കാഹ് ചെയ്തു കൊടുത്ത് പിന്നെ നിങ്ങൾ പഠിപ്പിച്ചോ, കുഴപ്പമില്ല. ആ പെൺകുട്ടികളോട് നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത ചെയ്തു കഴിഞ്ഞു. എന്നിട്ടോല് പോവാണ്, പിന്നെ അവരും പടച്ചോനായിക്കോട്ടെ. ആ പെൺകുട്ടികൾക്ക് നിക്കാഹ് ചെയ്യിച്ചു കൊടുക്കുക. കല്യാണം പിന്നെ ആയിക്കോട്ടെ, പഠനമൊക്കെ കഴിഞ്ഞിട്ട് മതി. അവർക്കൊരു ജീവിതത്തിൻ്റെ ആ ഒരു പ്രതിസന്ധിയിൽ വഴിതെറ്റിപ്പോവാതിരിക്കാൻ അവർക്കൊരു സെക്യൂരിറ്റി കൊടുക്കും. നമ്മുടെ പെൺമക്കൾ ഇത് മനസ്സിലാക്കണേ. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കണം, നിങ്ങൾ പ്രായപൂർത്തിയെത്തിയവരാണ്, കാര്യം മനസ്സിലാക്കാൻ ബോധ്യമുള്ളവരാണ്. സ്വന്തം മാതാപിതാക്കൾ താലോലിച്ച് താരാട്ട് പാടി കയ്യിലെടുത്ത് ഉമ്മ വെച്ച് പാതിരാത്രിയിലാണ് വാപ്പ ജോലി കഴിഞ്ഞു വരുന്നത്. അപ്പോഴറിയുന്നത് മോൾക്ക് സുഖമില്ല, പനിയാണ്, ഒന്ന് കിടന്നുറങ്ങേണ്ട നേരത്താണ്. വാപ്പ അതൊക്കെ മാറ്റിവെച്ചിട്ട് മോളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക്, എവിടെയാണ് പാതിരാത്രി ഡോക്ടർ ഉള്ളത്, അങ്ങോട്ട് കൊണ്ടുപോകാം, മോൾക്ക് അസുഖമല്ലേ.
1 വയസ്സ്, 2 വയസ്സ്, 3, 4, 5 ഇങ്ങനെ ഓരോന്ന് എണ്ണി ഓരോ പ്രായമാകുമ്പോഴേക്കും കുഞ്ഞിന്റെ വളർച്ച കണ്ട് ആസ്വദിക്കുന്ന, സന്തോഷിക്കുന്ന കണ്ണുകളാണ് നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും കണ്ണുകൾ. ആ 2 കണ്ണുകളെ കരയിപ്പിച്ച് എന്നോ കണ്ട് പരിചയപ്പെട്ടൊരു ചെറുക്കന്റെ കൂടെ, 2 കൊല്ലം മുമ്പ് മാത്രം കണ്ട് പരിചയമുള്ള ഒരുത്തന്റെ കൂടെ പഠിച്ചു എന്നതല്ലാതെ, കുറച്ച് തമാശ പറഞ്ഞ് ചിരിച്ചു എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാതെ, എന്നാൽ വർഷങ്ങളോളം നിങ്ങൾക്ക് അമ്മിഞ്ഞ പാല് മുതലങ്ങ് തന്ന് നിങ്ങളെ ശരീരം വളർത്താൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച സ്വന്തം ഉമ്മയെ, സ്വന്തം വാപ്പയെ കണ്ണീരിലാഴ്ത്തി നിങ്ങൾ കണ്ടവന്റെ കൂടെ പോകുന്നത് അല്ലാഹു പൊറുക്കുമോ മോളെ? അല്ലാഹു പൊറുക്കുമോ സഹോദരാ? അല്ലാഹു പൊറുക്കുമോ? ഇതൊക്കെ സങ്കടത്തിലാക്കുന്നത് ആരെയാണ് എതിർത്ത് പറയുന്നത്? കോടതി വരാന്തകളിൽ മോളെ നീ നിന്റെ വാപ്പയുടെ ഉമ്മയുടെ കൂടെ പോണോ, അല്ല നിന്റെ ലവറിന്റെ കൂടെ പോണോ എന്ന് ചോദിക്കുമ്പോ, ഞാൻ എന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ പോരുന്നില്ല, ഞാൻ ഇവന്റെ കൂടെ പോവുകയാണെന്ന് ജാതിയും മതവും പോലും നോക്കാതെ, ഈമാനും അഖീദയും നോക്കാതെ, മുസ്ലിമിനെയല്ലേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, അല്ലാഹുവിന്റെ നിയമമല്ലേ അത്, അതുപോലും നോക്കാതെ നല്ല ചാരിത്രശുദ്ധിയോടുകൂടെ വളർത്തിക്കൊണ്ടുവന്ന മോളാണ് ഡിഗ്രി കഴിയുമ്പോഴേക്കും PG കഴിയുമ്പോഴേക്കും തലതിരിഞ്ഞു വരുന്നത്. മോളെ, ഈ തലതിരിയുന്നതിന്റെ മുമ്പ് എത്രയോ തവണ അല്ലാഹുവിന്റെ നിയമം നീ മറികടന്നിട്ടുണ്ട്. അപ്പോഴാണ് നിന്റെ ഈ ബന്ധങ്ങളിൽ ഡെവലപ്മെന്റ് ഉണ്ടായത്. അപ്പോഴാണ് നീ ഇവനുമായി അടുത്തത്, അല്ലെങ്കിൽ ഇവൻ അവളുമായി അടുത്തത്. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ചെറുപ്പക്കാരാ, ഗള്ളുൽ ബസ്വരി ഇബാദ. നിങ്ങളുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നത് ഇബാദത്തായിരുന്നില്ലേ? അതൊക്കെ മലിനമാക്കിയില്ലയോ? എന്നിട്ട് മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുകയോ? ഉമ്മയുടെ സങ്കടം, വാപ്പയുടെ കണ്ണുനീര് വീണാൽ ഭൂമി വിറക്കും മോളെ. നിനക്ക് സന്തോഷമല്ല അള്ളാഹു തരുന്നത്. പിന്നെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലല്ലേ സ്വർഗം? അങ്ങനല്ലേ പറഞ്ഞത്? ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ എന്ന് മുത്തുനബി പഠിപ്പിച്ചില്ലേ? ആ ഉമ്മന്റെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമുണ്ടെന്ന്. മോളെ, എന്താ നിനക്കത് മനസ്സിലാവാതെ പോയത്? ഡിഗ്രി കഴിയുമ്പോഴേക്കും നീ നല്ല പക്വതയുള്ള മോളായി വരേണ്ടവളായിരുന്നില്ലേ? അപ്പോഴേക്കും നീ അങ്ങ് തീരുമാനിച്ചോ നീ ആരുടെ കൂടെയാ ജീവിക്കേണ്ടതെന്ന്? അത് നിന്റെ ഉമ്മാക്കും വാപ്പാക്കും തീരുമാനിക്കാനും ഇടപെടാനും ഒരു അവകാശമില്ല മോളെ. നീ അഡൽട്ടാണ്, നീ ഗ്രോണപ്പാണ്, ഒക്കെ ശരിയാണ്. നിനക്ക് നിന്റെ തീരുമാനമെടുക്കാൻ കഴിയും. പക്ഷേ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും ഇഷ്ടപ്പെടുന്നതാണോ നീ ചെയ്യുന്നത്? മക്കൾക്ക് അല്ലാഹു ബോധം കൊടുക്കട്ടെ. എത്രയോ ഉമ്മമാർ, എത്രയോ വാപ്പമാർ വലിയ സങ്കടത്തിലാണ്. മോള് പറഞ്ഞത് കേൾക്കണില്ല. ആങ്ങളെയും പെങ്ങളും നല്ല ഇഷ്ടത്തിൽ വളർന്നവരാണ്. പക്ഷേ ഈ ഒരു വിഷയം വരുമ്പോൾ ആങ്ങളയോട് സംസാരിക്കാൻ അവൾ ഒരുക്കമല്ല. അവൾ പിടിച്ച വാശിക്ക് നിൽക്കുകയാണ്. അല്ലാഹുവേ, ചെറുപ്പക്കാരാ, നിങ്ങളെ കൊണ്ടൊരു പെണ്ണും വഴിപിഴച്ചു പോവല്ലേ. മോളെ, സഹോദരി, നീ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടല്ല. അല്ലാഹു നിന്റെ മാതാപിതാക്കളുടെ കയ്യാലെ നിനക്ക് കൊണ്ടുതരുന്നത് അത് നിനക്ക് ഖൈറാണ്. അത് നിനക്ക് ഖൈറാണ്. അതിൽ നിന്റെ ഉമ്മാന്റെ പൊരുത്തല്ലേ? ആ ഉമ്മയല്ലേ നിന്നെ വളർത്തിയത് മോളെ? ഈ ചെറുക്ക 2 കൊല്ലമായിട്ടുള്ളൂ കാണാൻ തുടങ്ങിയിട്ട്. അവന്റെ സ്നേഹം കിട്ടിയിട്ട് എത്രയായി? 2 കൊല്ലം. കുറച്ച് ഐസ്ക്രീം, കുറച്ച് ഫലൂടെ, ഇതെല്ലാം വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. നിന്റെ ഉമ്മ നിനക്ക് തന്നത് എന്താണ്? നിന്റെ ശരീരം നിന്റെ ഉമ്മയുടെ ശരീരത്തിന്റെ കഷ്ണമല്ലേ മോളെ? ആ ഉമ്മയെ നീ വെറുപ്പിച്ചോ? മക്കൾക്ക് എവിടെന്നാ ഈ ബോധമൊക്കെ വരിക? മക്കൾക്കിത് പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് +2 കഴിഞ്ഞ് 10th കഴിഞ്ഞാൽ തന്നെ പ്രായപൂർത്തിയെത്തുന്ന മക്കളാ. ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴും PGയിലേക്ക് എത്തുമ്പോഴോ നിങ്ങൾ മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ പഠിച്ചോ, വിദേശത്ത് പഠിച്ചോ, ഏത് രാജ്യത്ത് പോയി പഠിച്ചോ, നിന്റെ കണ്ണ് സൂക്ഷിച്ചാൽ മോളെ, ക്യാമ്പസിൽ കയറി ഇറങ്ങുമ്പോഴേക്കും, മോനെ, ക്യാമ്പസിൽ കയറി നിന്റെ പുരയിലേക്കോ റൂമിലേക്കോ എത്തുമ്പോഴേക്കും എത്ര ആയിരക്കണക്കിന് ഇബാദത്താണ്. ഗള്ളുൽ ബസ്വരി ഇബാദ. കണ്ണിന്റെ ഇബാദത്തല്ലേ അത്? കണ്ണിന്റെ ഇബാദത്തല്ലേ? കണ്ണ് ചിമ്മുന്നത് കണ്ണ് ചെയ്യുന്ന നന്മയാണ്. അത്തരം നന്മകൾ എത്രയാ നമുക്ക് പഠനകാലത്ത് കിട്ടുന്നത്? പഠിച്ചു കഴിഞ്ഞാൽ വേറെ, ജോലി ചെയ്യുന്നിടത്ത് വേറെ, കൂടെ യാത്ര ചെയ്യുമ്പോ വേറെ, അങ്ങാടിയിലെത്തുമ്പോ വേറെ, എത്രയാണ് ഓരോരുത്തർക്കും. എമ്പാടും നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലായിരിക്കാം, സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റിയില്ലായിരിക്കാം. ഇതൊക്കെ ചെയ്തൂടെ? കണ്ണ് ചിമ്മിക്കൂടെ? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്ന രംഗം കണ്ടുകൊണ്ടാണ് അതാ എന്നവർ കടന്നു വരുന്നത്. അതാ എന്നവർക്കറിയാം അല്ലാഹുവിനെ പേടിച്ചാലല്ലാതെ സുലൈമാൻ തങ്ങൾ കരയാറില്ല. ആ ചെറുപ്പക്കാരി പെണ്ണ് ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങിയിട്ടുണ്ട്. തന്റെ നിഖാബ് തുറന്നു വെച്ചപ്പോ കണ്ടപ്പോഴാണ് അവൾ സുന്ദരിയാണ്, നല്ല മുഖസൗന്ദര്യമുള്ളവളാണ്. അവളും അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. പിന്നെ
കരച്ചിൽ കണ്ടപ്പോ അവളും കരഞ്ഞു. രണ്ടുപേരുടെയും കരച്ചിൽ കണ്ടപ്പോ അച്ഛാ എന്നവർ വന്ന് കരയാൻ തുടങ്ങി. എന്താണ് കരയിപ്പിച്ചതെന്നറിയില്ല. പിന്നെ ആ കൂട്ടുകാർ വരുന്നത്, മഹാന്മാരായ രണ്ടുപേര് കരയുമ്പോ എന്തോ ഒരു വിഷയമുണ്ട്, അവരും കരയാൻ തുടങ്ങി. കൂട്ടക്കരച്ചിലായി. ആ കരച്ചിൽ കണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ പുറത്തുതാ റബ്ബേ, പടച്ചവനെ പുറത്തുതാ. എന്റെ സൗന്ദര്യത്തിൽ വീണുപോവാത്ത ചെറുപ്പക്കാരില്ലായിരുന്നുവല്ലോ ഈ വഴിയിൽ. പക്ഷേ ഈ രണ്ടുപേർ, ഈ കാണുന്ന ചെറുപ്പക്കാരൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി, രാജകീയ കുടുംബത്തിൽ ജനിച്ച ഈ മഹാനുഭാവൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഈ യൗവനം ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ചു. ശരീരം നിയന്ത്രിക്കേണ്ടതാണ്, ശരീരം നിയന്ത്രിക്കാനുള്ളതാണ്, അള്ളാഹുവിന് വേണ്ടി നിയന്ത്രിക്കാനുള്ളതാണ്. തുബ്തു ഇലല്ലാഹ്, അള്ളാഹുവേ നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങി റബ്ബേ. എന്റെ സൗന്ദര്യം തീർന്നു പോകും, എന്റെ മുഖത്ത് പാടുകൾ വീഴും, എന്റെ മുഖത്ത് കലകൾ വീഴും, എന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും, എന്റെ ഈ എല്ലാ മുഖകാന്തിയും ഫേഡായി പോകും. പിന്നെ ബാക്കി വരുന്നത് ഞാൻ ചെയ്ത അമലുകളാണ്. നന്മയാണെങ്കിൽ അതെന്റെ ഖബറിൽ കിടക്കുന്ന സുമുഖനാണ്, ഞാൻ ചെയ്ത തിന്മയാണെങ്കിൽ എന്റെ ഖബറിലേക്ക് ഉപദ്രവിക്കാൻ വരുന്ന പിശാചാണത്. അല്ലാഹുവേ പുറത്തു തരണേ, മാപ്പ് തരണേ, പുറത്തു തരണേ. ഇസ്തിഗ്ഫാർ ചൊല്ലി എഴുന്നേറ്റ് പോയി ഒരു പെണ്ണിനെ തൗബ ചെയ്യാനുള്ള വഴിയൊരുക്കി കൊടുത്ത മഹാനായ സുലൈമാൻ ഇബ്നു യസാർ തങ്ങളെ പോലെ നമ്മുടെ ചെറുപ്പക്കാർക്ക് എത്രയോ വഴിതെറ്റി നടക്കുന്ന പെൺകുട്ടികൾ നിങ്ങളോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കാൻ വരുമ്പോ ഒരൽപ്പം നന്മ പറഞ്ഞു കൊടുത്തിട്ട്, ഒരൽപ്പം സതുപദേശം അറിയിച്ചു കൊടുത്തിട്ട് അവളെ പിന്തിരിപ്പിച്ചുകൂടെ? തിന്മയിൽ നിന്ന് നന്മ ചെയ്തു കൊടുത്തുകൂടെ? പശ്ചാത്തപിച്ചുകൂടെ? പെങ്ങളെ, സഹോദരി, സഹോദരാ, കണ്ണ് ചിമ്മുന്നത് ഇബാദത്താണ്. അല്ലാഹു നമുക്കതിന്റെ കൂലി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുൽ ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയെ പറഞ്ഞു കൊടുക്കണം മുഅ്മിനീങ്ങളോട്, കണ്ണ് സൂക്ഷിക്കാനുള്ളതാണ്. അത് സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിലും, ഒരു പോസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിലും, ഒരു ചിത്രം കാണുകയാണെങ്കിലും, ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം കാണുകയാണെങ്കിലും, ചലിക്കാത്ത ചിത്രം കാണുകയാണെങ്കിലും, ലൈവായിട്ട് കാണുകയാണെങ്കിലും കണ്ണ് നിയന്ത്രിക്കാനുള്ളതാണെന്ന് നബിയെ പഠിപ്പിച്ചു കൊടുത്തേക്കണം. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി കണ്ണ് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ, മാധുര്യമുള്ള ഒരു ഇബാദത്ത് അതിന് പകരം അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണ് ചിമ്മിയാൽ മധുരമുള്ളൊരു ഇബാദത്ത് അല്ലാഹു. ഒരു നിസ്കാരത്തിനൊക്കെ ഒരു രസം വരാനുണ്ട് കണ്ണ് ചിമ്മിയാൽ. ഹറാമിലേക്ക് കണ്ണ് നോക്കാതിരുന്നാൽ നമ്മുടെ നിസ്കാരത്തിനൊരു ആനന്ദം വരാനുണ്ട് ഇബാദത്തിന്. അല്ലാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ സംഘാടകർ നിങ്ങളുടെ അടുത്തുകൂടെ വരുന്നുണ്ട്. വേറെ ഒന്നും നിങ്ങളോടും ചോദിക്കാൻ പോകുന്നില്ല. അപ്പൊ പറഞ്ഞല്ലോ, നമുക്ക് ഒരു 7 കുട്ടികളെ കൂടെ 2 വർഷത്തേക്ക്, ഒരു കുട്ടിക്ക് 1,00,000 രൂപയാണ് 2 വർഷത്തേക്ക്. 2 വർഷത്തെ ഹിഫ്ള് പൂർത്തിയാക്കാൻ ഇൻഷാ അല്ലാഹ് 20 കുട്ടികളെ ഏറ്റെടുത്തു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ആരൊക്കെയാണോ അതിന് കൊടുത്തത് അവർക്കൊക്കെ അള്ളാഹു കൊടുക്കട്ടെ, അള്ളാഹു അതിന് പകരം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അതിനൊക്കെ അള്ളാഹു തൗഫീക്ക് കൊടുത്തിട്ടുണ്ട്, അതിനൊക്കെയുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം. നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് എന്തെങ്കിലും നിങ്ങൾ ഏറ്റെടുക്കണം. അള്ളാഹു നിങ്ങൾക്കതിന് കൂലി തരട്ടെ. ആമീൻ. ഒരു കുട്ടി ഹിഫ്ള് പഠിച്ചാൽ ആ കുട്ടി ഓതുന്ന ഓത്ത്, ആ കുട്ടി ഇമാം നിൽക്കുന്ന തറാവീഹ് നിൽക്കുമ്പോൾ ആ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നവരുടെ കൂലി, ആ കുട്ടിയുടെ ഓത്ത് കേൾക്കുന്നവരുടെ കൂലി, ആ കുട്ടി പഠിച്ച് എത്ര കാലം ഓതുന്നു അതിൻ്റെയൊക്കെ കൂലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 2 വർഷത്തേക്കുള്ളതാണ്. അത് നിങ്ങൾ തവണകളായിട്ടോ അല്ലാതെയോ ആ കാര്യം നിങ്ങൾ നമ്മുടെ ഇൻഷാ അല്ലാഹ് ഉമർ മുസ്ലിയാർ ഉസ്താദിനെയോ നമ്മുടെ കമ്മിറ്റി ഭാരവാഹി റഫീ ഫൈസിയൊക്കെ ഇവിടെ ഉണ്ട്. അവർ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഭാരവാഹികളെ നിങ്ങൾ ഏൽപ്പിക്കണം. അള്ളാഹു തആല അത് വിജയിപ്പിക്കട്ടെ. ഈ കവറ് നിങ്ങൾ വെറുതെ 5-10 ഇട്ടിട്ട് കൊടുത്ത് എന്ത് ചെയ്യരുത്. ഇത് കാണൂലല്ലോ, അള്ളാഹു കാണുന്നുണ്ട് കേട്ടാ, അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് നല്ലൊരു അവസരം അത് തന്നിരിക്കും. നിങ്ങൾ അള്ളാഹ് കൊണ്ടുവന്നത്, അങ്ങോട്ട് അള്ളാഹു കൊണ്ടുവന്നതാണ് അല്ലേ? അള്ളാഹു കൊണ്ടുവന്ന ആരും നിങ്ങൾ പിടിച്ചു വെച്ച് കൊണ്ടുവന്നാണോ? നിങ്ങളായിട്ട് നിങ്ങളുടെ കൽബിൽ ഇലാഹിയായ ഒരു ഇടപെടൽ വന്നതാണ്. നിങ്ങൾ പൊയ്ക്കോ, അതുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുകയാണ്. ഈ ചാൻസ് നഷ്ടപ്പെടുത്തേണ്ട. നമ്മുടെ ദുആഇന് ഉത്തരമുള്ള മജ്ലിസാണ്. ഇവിടെ ആരൊക്കെയോ കാര്യപ്പെട്ട ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു വളരെ പെട്ടെന്ന് ദുആഇന് ഉത്തരം തന്നില്ലേ, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടില്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൊടുത്തോളി, ഇതിനൊക്കെ കൂലി കിട്ടും. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. കുട്ടികൾക്ക് വേണ്ടി നന്നായിട്ട് നിങ്ങൾ കൊടുക്കുക. കവറുള്ളവരില്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക,
മനസ്സറിഞ്ഞു കൊടുക്കുക. അള്ളാഹു താല നാളെ അത് മഹ്ശറിൽ എടുത്ത് വായിക്കുമ്പോഴേ 10 രൂപേൻ്റെ കീറിയ നോട്ട് അകലാട് വെച്ച് കൊടുത്തു എന്ന് അള്ള വായിച്ചാൽ എന്തായിക്കേണ്ട അവസ്ഥ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ബസ്സേരെടുക്കാത്ത നോട്ട് കീശിൽ കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുത്തതാണ്. അങ്ങനെയൊന്നും ചെയ്യല്ലേ. നിങ്ങൾ കൊടുത്തുകൂടി, നിങ്ങൾക്കുള്ളതാണ്. ഞാൻ കൊടുത്താൽ എനിക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റും കിട്ടും വരണം. ഉസ്താദ്മാർക്കും വേണ്ടേ കൊടുക്കുക. ഉസ്താദ്മാരിങ്ങ് പറഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചെറുതായിട്ടൊക്കെ ഉസ്താദേ ഇൻഷാ അല്ലാഹ് സ്റ്റേജ് മേലവർക്കൊക്കെ കൊടുക്കാമല്ലേ. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ. എല്ലാവർക്കും കൂലി കിട്ടണ്ടേ. അൽഹംദുലില്ലാ. എനിക്ക് ഭയങ്കര പേടി എൻ്റെ കാര്യത്തിൽ. നിങ്ങളൊക്കെ പോകുമ്പോൾ സിറാത്ത് പാലത്തെ കയറി പോകുമ്പോഴേ അവിടെ ഇങ്ങനെ പിടിച്ചു വെക്കപ്പെട്ട് കണ്ടാലേ ഒന്ന് കൈപിടിച്ച് കൊണ്ടുപോകണേ, ഒന്ന് കൊണ്ടുപോകണേ. അല്ലാ ഈ മൂല്യരുടെ വേദം പറഞ്ഞു ഉസ്താദാണല്ലോ, കുടുങ്ങിപ്പോയല്ലോ പഠിച്ചോനെ എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ട് അവിടെ ഒക്കട്ടെ, എന്തോ കള്ളത്തരം ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകരുതേ, ഒന്ന് കൈപിടിച്ച് കൊണ്ടുപോകണം. അല്ലാഹു തആല ആ സ്വർഗലോകത്തേക്ക് എത്തും വരേക്കുമുള്ളൊരു ബന്ധം എത്തിയിട്ട് അവിടുന്നും ഉള്ളൊരു സ്നേഹബന്ധമാക്കി അള്ളാഹു ഈ ബന്ധത്തെ വളർത്തിത്തരട്ടെ. എത്രയോ ആളുകൾ നിങ്ങളെല്ലാവരും എന്നെക്കാളും ഈമാൻ കനപ്പെട്ടവരാണ്, അതെനിക്കറിയാം. ഞാനത് ബോധിച്ചു പറയാണ്, ഭംഗി വാക്ക് പറയല്ല, ബോധിച്ചു പറയാൻ, ബോധിച്ചിട്ട് തന്നെ പറയാൻ. നിങ്ങളൊക്കെ ഒരുപാട് നന്മ ചെയ്തവരാണ്, ഒരുപാട് നന്മയാണ്. നിങ്ങളെപ്പോലെ ഇങ്ങനെ ഒരു വേദമുണ്ട് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വേദ വരാൻ കേൾക്കാൻ വരുമോ 10-50 കിലോമീറ്റർ? അപ്പോൾ എനിക്ക് സംശയമാണ്. നിങ്ങൾ വന്നില്ലേ, ഇത്രയൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ വലിയ നന്മ ചെയ്തവരാണ്. വേദ പറഞ്ഞ ഉസ്താദ്മാരൊക്കെ പിടിക്കപ്പെടുകയും അത് കേട്ട് നന്നായവരൊക്കെ സ്വർഗത്ത് കടക്കുകയും ചെയ്യുമോ? ആ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് ഞാൻ, എൻ്റെ അവസ്ഥയോർത്ത് വലിയ വിഷമത്തിലാണ്. അല്ലാഹു തആല രക്ഷപ്പെടുത്തിയാലല്ലാതെ ഒരു രക്ഷയില്ല. അല്ലാഹു അവൻ്റെ ഹബീബിൻ്റെ ശഫാഅത്ത് കൊണ്ടെങ്കിലും അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. നിങ്ങളൊക്കെ കടന്നു പോകുമ്പോഴേ എന്ത് ചെയ്യണം? കണ്ട് പരിചയമുള്ളവരൊക്കെ ഒന്ന് കൈപിടിച്ച് കൊണ്ടുപോകണം. അതിന് അല്ലാഹു അവസരം തരുന്നതാണ്. കൈപിടിച്ച് കൊണ്ടുപോകാൻ അവസരം തരും. പടച്ചോനെ നമുക്ക് പരിചയമില്ല ആളാ റബ്ബേ, ഇസ്തിശ്ഫാ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് ഇനി മരണത്തിൻ്റെ മുമ്പ് നിങ്ങളോട് പറയണമെന്ന് സമയം കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ഇത് എന്നേക്കുമായി പറഞ്ഞു വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുഅ്മിനീങ്ങൾ സഹായിക്കണം. ഔലിയാഉ ബഅ്ദുഹും ഔലിയാഉ ബഅദ്, മുഅ്മിനീങ്ങൾ പരസ്പരം സഹായിക്കുന്നവരാണെന്നാണ്. അല്ലാഹു അവൻ്റെ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഹിഫ്ളിൻ്റെ കോളേജിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരും നേതാക്കന്മാരും നമ്മുടെ കമ്മിറ്റി ഭാരവാഹി സുലൈം റുമൈസാ ബീവി റളിയല്ലാഹു അൻഹാ, റുമൈസാ ബീവി അള്ളാഹുവിന്റെ ഹബീബ് മിഅ്റാജിന് പോയപ്പോ, സ്വർഗലോകത്തുകൂടെ നടന്നു പോയപ്പോ ചില ആളുകളൊക്കെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, സ്വർഗത്തിൽ കണ്ടിട്ടുണ്ട്. ഇമാമുന ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും സുഹാഹുകളിലും മഹാന്മാരായ അഇമ്മത്തുൽ അർബഅ അവരുടെ സുനനുകളിലും റിപ്പോർട്ട് ചെയ്ത വളരെ വിശദമായ ഹദീസുകൾ. സമിഅതു ഖശ്ഫതൻ ബൈന യദയ്യ, എന്റെ മുമ്പിൽ ഞാനൊരു കാലൊച്ച കേട്ടു. നോക്കുമ്പോൾ ഫഇദാ ഹിയ റുമൈസാഉ ഇംറഅതി അബീ തുൽഹ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുമൈസാ ബീവിയായിരുന്നു അത്. ബീവിയെ ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബീവി എന്ന മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട്. അതാണ് അത്ഭുതം. തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഞാൻ കണ്ടു കേട്ടോ, അവിടെ ഉണ്ടായിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പം പറയില്ലേ വാപ്പാനോട്, വാപ്പ നിങ്ങളെ മോനെ ഞാൻ കണ്ടു കേട്ടോ, ഇന്നലെ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. സന്തോഷം ഉണ്ടാവില്ലേ? എന്നപോലെ ബീവിയോട് നേരിട്ട് പറയാണ്, ബീവി നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. ആ ബീവിയുടെ പൊന്നുമോ മരിച്ചപ്പോഴാണ് അയൽവാസികളോടും വീട്ടുകാരോടും ഒക്കെ പറഞ്ഞത്, എന്റെ ഭർത്താവ് വന്നാൽ ഞാൻ പറഞ്ഞോളും, എന്റെ കുഞ്ഞ് മരിച്ച വിവരം നിങ്ങളാരും പറയണ്ട. അന്നത്തെ രാത്രി ഒരു ഉമ്മാക്ക് തന്റെ കുഞ്ഞ് മരിച്ചാൽ കണ്ണുനീരടങ്ങാത്ത നേരമുണ്ടാകുമോ? ചുണ്ടിന്റെ വിറങ്ങലടങ്ങാത്ത നേരമുണ്ടാകുമോ? അതൊക്കെ പിടിച്ചു വെച്ചിട്ട് തന്റെ ഭർത്താവ് വന്നിട്ട് ചോദിച്ചു, അബൂ തുൽഹ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച ഒരു വിഷയം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. മാ ബാലു ഇബ്നിന, നമ്മുടെ കുട്ടിയുടെ വിഷയം എന്താണ്? കുട്ടിന്റെ വർത്തമാനം എന്താണ്? അഹ്ദഉ വഅസ്കനു മിമ്മാ കാൻ, മുമ്പത്തേക്കാളും ആള് ശാന്തനാണ് എന്ന് പറഞ്ഞു. വലിയ അസുഖമുണ്ടായിരുന്നു, ശാന്തനാണ്. ഞാനൊന്ന് പോയി കാണട്ടെ മോനെ. റൂമിൽ കഫംപുട പോലെ തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിട്ടുണ്ട് റൂമിന്റെ മൂലയിൽ. ആ കുഞ്ഞിനെ ഞാനൊന്ന് കാണട്ടെ എന്ന് കയറി വന്ന വാപ്പ ഭർത്താവ് മുസ്ലിം ബീവിയോട് ചോദിച്ചപ്പോ ബീവി പറഞ്ഞു, അടങ്ങിക്കിടക്കുന്ന മോനെ നിങ്ങൾ അനക്കണോ എന്ന് ചോദിച്ചു. അടങ്ങിക്കിടക്കണ മോനല്ലേ? അഹ്ദ് എന്ന് പറഞ്ഞ ആള് വളരെ ശാന്തനായിട്ടുണ്ട്. റൂഹ് വരെ പോയ അവസ്ഥക്കാണ് പറയണത്. കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ ഭർത്താവ് അങ്ങനെ അറിയണ്ട.
വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും മുഖം വീർപ്പിച്ച് ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ അറിയണം, ഇങ്ങനെയും ഒരു മഹതി കഴിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ. വലിയ വിഷമം, ഒരു കുഞ്ഞ് മരിക്കുന്നതിനേക്കാളും വലിയ വിഷമമുണ്ടോ? ആ കുഞ്ഞിന് ജന്മം കൊടുത്ത ഉമ്മയല്ലേ ഉമ്മു സുലൈം റുമൈസാ റളിയല്ലാഹു അൻഹാ. ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല, കയറി വന്നു. എന്താണ് ആ ക്ഷമയൊക്കെ? നമുക്ക് കഴിയുമോ ഇങ്ങനെയൊക്കെ? എനിക്കറിയില്ല. നമ്മളെ കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൊട്ടിക്കരയൂലേ? ഇന്നൽ ഐന ലതദ്മഅ വൽ ഖൽബ യഹ്സൻ വമാ നഖൂലു ഇല്ലാ മാ യുർളി റബ്ബനാ വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ. പൊന്നുമോൻ ഇബ്രാഹിം എന്ന കുഞ്ഞ് മരിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര് വന്നപ്പോഴാണ് സഅദ് തങ്ങൾ ചോദിച്ചത്, നബിയേ വഅൻത യാ റസൂലല്ലാഹ്, അങ്ങും കരയുമോ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങൾ പറഞ്ഞു, സഅദേ, കണ്ണിന്ന് കണ്ണുനീര് വരും. വൽ ഖൽബ യഹ്സൻ, ഖൽബ് സങ്കടപ്പെടും. വമാ നഖൂലു ഇല്ലാ മാ യുർളി റബ്ബനാ, നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും വരികയില്ല, അല്ലാഹുവിന് പൊരുത്തമുള്ളതേ പറയൂ. വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീം, ഇബ്രാഹീം എന്ന മോനെ നീ മരിച്ചു പോയതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ. ലമഹ്സൂനൂൻ, സങ്കടമുണ്ട് എന്ന് കരഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിൽക റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അത് ഇബാദത്താണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ളവരുടെ ഖൽബിലേക്ക് അല്ലാഹു കൊടുക്കുന്ന റഹ്മത്താണ്, ഈ കാരുണ്യമാണ് കണ്ണുനീരും സങ്കടവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നെഞ്ചത്തടച്ച് കരയല്ല, കുപ്പായം വലിച്ച് കീറല്ലേ, മുടി കടിച്ചിട്ടിട്ട് ഔറത്ത് മറക്കാതെ നടക്കല്ലേ, നിസ്കരിക്കാതെ ബോധം കെട്ട് കിടക്കല്ലേ. ബോധം നഷ്ടപ്പെട്ടു പോയാൽ കുഴപ്പമില്ല, പക്ഷേ കുഞ്ഞ് മരിച്ചതിൽ പിന്നെ അന്നത്തെ ളുഹ്ർ ഖളാ, അസ്ർ ഖളാ, മഗ്രിബ് ഖളാ, ഇശ ഖളാ, എഴുന്നേൽക്കാതെ കടത്തത്തോട് കടത്തം, അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ. അള്ളാഹു നിങ്ങൾക്ക് തന്നിരുന്ന ദാനം അള്ളാഹു തിരിച്ചെടുത്തു എന്നല്ലാതെ മറ്റെന്ത് സംഭവിച്ചു? ഉമ്മു സലൈം ബീവി ഭർത്താവിനോട് ചോദിക്കുകയാണ്, അബൂ ത്വൽഹ തങ്ങളെ നിങ്ങളോട് ചോദിക്കട്ടെ, മാബാലു ജീറാനിന, എന്താ നമ്മുടെ അയൽവാസിയുടെ കഥ നിങ്ങൾക്കറിയോ? എന്തു പറ്റി? അവർക്ക് മറ്റൊരു കൂട്ടർ എന്തോ ഒരു സാധനം വായ്പ കൊടുത്തിട്ട് തിരിച്ചു ചോദിച്ചപ്പോ പറയാണ്, അവര് ഞങ്ങളുടെ കയ്യിൽ കുറെ കാലം കിടന്നില്ലേ, അതുകൊണ്ട് തിരിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു നമ്മുടെ അയൽവാസികൾ. വല്ലാത്ത മോശക്കാരന്നെ. പണ്ടത്തെ വാടകക്കാരുണ്ട് ഇങ്ങനത്തെ വളവ് കാട്ടുന്നവര്. 20 കൊല്ലം കച്ചവടം ചെയ്തു, ഇനി തിരിച്ചു തരൂല്ലേ ബിൽഡിങ്. സുബ്ഹാനല്ലാഹ്, വാടക എടുത്ത് എങ്ങനെ സ്വന്താക്കാൻ പറ്റുക? അതിന് മുതലാളിക്കല്ലേ ഉള്ളത്. അത് ഇത്ര കൊല്ലം വാടക എടുത്ത സ്വന്തം വന്നിട്ട് എവിടെയെങ്കിലും വല്ല നിയമമുണ്ടോ? എനിക്കറിയില്ല, ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? കൊടുക്കാതെ പിടിച്ചു വെക്കുക. പിന്നെ തൊഴിലാളി സമരം, മറ്റേ സമരം ഒക്കെ, എല്ലാത്തിനും ഭിക്ഷക്കാർക്ക് വരെ യൂണിയനാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹക്കല്ല എടുക്കാൻ പാടില്ല. നമുക്ക് വാടകയാണ്, ആൾ ഒഴിയാൻ പറഞ്ഞു, ഒഴിഞ്ഞുകൊടുത്തേ പറ്റൂ. പിന്നെ വേറെ ഡയലോഗ് ഒന്നും ഇവിടെ പറയാൻ പറ്റൂല. ഉമ്മു സുലൈം ബീബി ചോദിക്കുകയാണ്, അബൂ ത്വൽഹ തങ്ങളെ എന്തോ ഒരു അത്ഭുതമാണ്, നമ്മുടെ അയൽവാസികൾ പറയാ ഞങ്ങളുടെ കയ്യിൽ കുറെ കാലം കടന്നില്ലേ, അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാ, തിരിച്ചു തരില്ല എന്ന്. അങ്ങനെ പറഞ്ഞോ? സങ്കല്പിക്കാന്ന് പറഞ്ഞു. നിങ്ങളോടൊരാൾ അങ്ങനെ വായ്പ തന്നിട്ട് തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? തീർച്ചയായും. എന്നാൽ അബൂ ത്വൽഹ ഈ കാര്യം പറയുന്ന എപ്പോഴാണെന്നറിയോ? കയറി വന്ന ഭർത്താവിന് രാത്രിയിലെ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട്. കുട്ടി മരിച്ച വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവോ? വിളമ്പി തിന്നേ, കുടിക്കേ, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഉറങ്ങാൻ സ്ഥലമുണ്ടോ? ആര് ശ്രദ്ധിക്കുന്നു? അതൊക്കെ ഒരു ഉമ്മാക്കത് ശ്രദ്ധിക്കാൻ കഴിയോ? നമ്മൾ ആലോചിച്ച് നോക്കി, മരണമൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നില്ലേ? ഇതും ഒരു മഹതിയാണ്. സ്വർഗത്തിലേക്ക് നടന്നു വന്നെന്നും എന്റെ മുമ്പിൽ ഒരു കാലൊച്ച കേട്ടു. ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോൾ അത് റുമൈസാ ബീവിയാണ് എന്ന് മുത്തുനബി പറഞ്ഞ റുമൈസാ ബീവിയാണ് ഉമ്മു സുലൈം എന്നറിയപ്പെടുന്ന മഹതി. തന്റെ ഭർത്താവിന്റെ കൂടെ രാത്രി കടന്നു. സാധാ ശയനമല്ല, തന്റെ ഭർത്താവിന്റെ ഇഷ്ടവും ഭർത്താവിന്റെ സർവമാന കാര്യങ്ങളും നിർവഹിച്ചു കൊടുത്തിട്ട് പിന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്കറിയുമോ
അള്ളാഹു നമ്മുടെ കയ്യിൽ വായ്പയായി യാറച്ചായി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ കുറച്ചു നേരത്തേക്ക് തന്നിരുന്ന നമ്മുടെ പൊന്നുമോനെ അള്ളാഹു കൊണ്ടുപോയിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അസ്സബ്റു ഇബാദ, ക്ഷമയെന്ന് പറയുന്നത് ഇബാദത്താണെന്ന വലിയൊരു പാഠം നമ്മുടെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പഠിപ്പിച്ചു പോയ മഹദിയാണ്. സ്വർഗത്തിൽ ഹബീബിന്റെ മുമ്പിൽ കാലൊച്ച കേട്ട റുമൈസ്വാ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. അബൂ തുൽഹ തങ്ങൾക്ക് വിഷമമായി. ഇത്രയും നേരം ജനാബത്ത് കുളിക്കാറായിട്ടുണ്ട്, ഭക്ഷണവും നീ എമ്പാടും വിളമ്പിത്തന്ന്, എന്നത്തേതിലും സ്നേഹം. അങ്ങനെയൊക്കെ ഒരു സ്നേഹം കൊടുക്കാൻ ഒരു കുഞ്ഞ് മരിച്ച രാത്രിയിൽ കഴിയുമോ? ഒരു കുഞ്ഞ് മരിച്ച രാത്രി കഴിയുമോ? ആ ബീവി കേട്ടിട്ടുണ്ട് മുത്തുനബി പറയുന്നത്, അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് സ്വല്ലത്ത് ഖംസഹാ, 5 നേരം നിസ്കരിക്കുകയും വസ്വാമത്ത് ശഹറഹാ, അവളുടെ റമളാൻ നോമ്പെടുക്കുകയും വഹഫിളത്ത് ഫർജഹാ, അവളുടെ ശരീരം സൂക്ഷിക്കുകയും അത്വാഅത്ത് സൗജഹാ, തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച് അനുസരിക്കുകയും ചെയ്താൽ ഖീല ലഹാ, ആ പെണ്ണിനോട് നാളെ പറയപ്പെടും ഉദ്ഖുലീ, കടന്നോളു പെണ്ണേ, സഹോദരി കടന്നുവാ, മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഅതി, സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോരാമെന്ന് ഈ പെണ്ണിനോട് പറയപ്പെടുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഭർത്താവ് എന്നോട് ഇഷ്ടമില്ലാതെ ഒരു രാത്രി പോലും ആവരുത്, ഒരു രാത്രി പോലും, എന്റെ കുഞ്ഞ് മരിച്ച രാത്രിയിൽ പോലും എന്റെ ഭർത്താവിന്റെ സന്തോഷം നഷ്ടപ്പെടരുത് എന്ന ദൃഢനിശ്ചയം ചെയ്ത മഹദിയാണ് ഉമ്മു സുലൈം ബീവിയാണ്. നമ്മുടെ സഹോദരിമാർക്ക് മാതൃകയാവേണ്ടത്, അവരെ കണ്ടാ നമ്മുടെ പെണ്ണുങ്ങൾ പഠിക്കേണ്ടത്. ഇങ്ങനെയും ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഹബീബിനോട് ചെന്ന് പറഞ്ഞു, നബിയേ, എന്റെ ഭാര്യ ഇങ്ങനെ എന്നൊന്ന് പറ്റിച്ചിട്ടുണ്ട് നബിയേ, എന്റെ കുഞ്ഞ് മരിച്ച വിവരം വളരെ വൈകിയാ നബിയേ എന്നോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന് സങ്കടമല്ല വരുന്നത്, അപ്പൊ സന്തോഷമാണ്. ഇങ്ങനെയും ക്ഷമിക്കാൻ കഴിഞ്ഞുവല്ലോ. ഹബീബിന്റെ കൈ ഉയരുകയാണ് ആകാശലോകത്തേക്ക്. ഏത് ലോകത്ത് നിന്നാണോ ഹബീബിന് വഹി വരുന്നത്, ഏത് ലോകമാണോ അള്ളാഹുവിന്റെ മലക്കുകളുടെ സ്ഥാനമായിട്ടുള്ളത്, എവിടേക്കാണോ അള്ളാഹുവിന്റെ പ്രതീക്ഷ ഉദ്ദേശിച്ചുകൊണ്ട്, റബ്ബിൽ പ്രതീക്ഷിച്ചുകൊണ്ട് കയ്യുയർത്തേണ്ടത്, ആകാശത്തേക്ക് കയ്യുയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബാറക്കല്ലാഹു ലകുമാ ഫീ ലൈലതികുമാ, നിങ്ങളുടെ ഇന്നലത്തെ രാവിൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് അവരുടെ മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ആ രാത്രിയിലാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ജന്മത്തിന് ആസ്പദമായ രീതിയിലുള്ള ഗർഭധാരണം നടക്കുന്നത്. ആ കുഞ്ഞിന് മധുരം കൊടുത്തത് നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുഞ്ഞിന് പിന്നെ ജനിച്ച 7 മക്കൾ ലോകം കണ്ട പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. കുല്ലുഹും ഖദ് ഖറഉൽ ഖുർആൻ. എല്ലാം ഒരു കുഞ്ഞിനല്ല കൊണ്ടുപോയി ക്ഷമിച്ചതിന് തലമുറകളിൽ പണ്ഡിതന്മാരെ കൊടുത്തു അല്ലാഹു. മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളും പേരക്കുട്ടികളും, ബാറക്കല്ലാഹു ലകുമാ ഫീ ലൈലതികുമാ, നിങ്ങളുടെ ആ രാവിലെ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. മുത്ത് ഹബീബല്ലേ ദുആ ചെയ്തത്, ആ ദുആ തെറ്റിപ്പോകില്ലല്ലോ. അസ്സബ്റു ഇബാദ, ക്ഷമിക്കൽ ഒരു ഇബാദത്താണ്. ക്ഷമ ഇബാദത്താണ്. ശരീരത്തിൽ ഒരു വേദനയും ബുദ്ധിമുട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടാവും? ഒരു മുട്ടുകാലിനെങ്കിൽ, വിരലിനെങ്കിലും, ഒരു വയറിനെങ്കിലും ഒരു വേദന, പല്ലിന് ചെറിയൊരു വേദനയെങ്കിലും ഇല്ലാത്തവരുണ്ടാവില്ലല്ലോ. വളരെ കുറച്ചായിരിക്കുമല്ലേ. മരുന്ന് കഴിക്കാത്തവർ വളരെ കുറച്ചല്ലേ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ അസുഖം നമ്മളെല്ലാവർക്കും ഉണ്ടല്ലോ. നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കൂലിയാണ്. ഡോക്ടറെ കാണിക്കണം. തദാവു ഇബാദല്ലാഹ്, നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മരുന്ന് കുടിച്ചേക്കണം കേട്ടോ, മരുന്ന് കുടിച്ചോളൂ, ഒന്നും കുഴപ്പമില്ല, മരുന്ന് കുടിക്കണം, ഡോക്ടറെ കാണിക്കണം. പക്ഷെ എന്ത് ചെയ്യുക, വരുന്നവരോട് മുഴുവൻ ഈ കഥ ഇങ്ങനെ പറയണ്ട. പിന്നെ എൻ്റെ മുട്ടുംകാല്, അതിൻ്റെ വേദന ഇപ്പോൾ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായി. അത് 5-6 കൊല്ലമായി ആ ഉമ്മാക്ക് അനുഭവിക്കണാക്കെന്നെ അത് അറിയുള്ളൂ. ഈ പറയണല്ലോ, ഇതെന്നമ്മ അങ്ങനെ ചോദിച്ചെങ്കിലായി. അല്ലെങ്കിൽ അതിപ്പോൾ എല്ലാ അമ്മമാർക്കും ഉള്ളത് തന്നെ. ഈ ഉമ്മാൻ്റെ മാത്രം കഥയല്ല, എൻ്റെ ഉമ്മാക്ക് തുടങ്ങിയിട്ട് 15 കൊല്ലമായി എന്ന് പറയുന്നുണ്ടാവും മനസ്സിൽ. അപ്പോൾ നമ്മൾ ആരോട് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. അവർക്കൊക്കെ അതിലപ്പുറം വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യുക, നമ്മളതങ്ങ് ക്ഷമിക്കുക. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കണം എവിടെയൊക്കെ വേദന ബുദ്ധിമുട്ടൊക്കെ.
പക്ഷെ നമ്മളായിട്ട് എന്ത് ചെയ്യുക, ആളുകളോട് ഇങ്ങനെ പറഞ്ഞെടുക്കണ്ട, എന്ത് എനിക്ക് ഈ അസുഖമുണ്ട്, എനിക്ക് ഈ വേദന ഉണ്ട്, ആ വേദന ഉണ്ട്, ഈ അസുഖമുണ്ട്. നമ്മളങ്ങ് ക്ഷമിച്ചാൽ ഭയങ്കര കൂലിയാണത്, ഭയങ്കര കൂലിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിൽക്കുമ്പോ വരുന്നുണ്ട് അതാ റളിയല്ലാഹു അൻഹു, നേരത്തെ പറഞ്ഞ സംഭവത്തിലുള്ള അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. അപ്പൊ അവരിങ്ങനെ മദീന ഈമാനിന്റെ ഹിക്മത്തിന്റെ തത്വജ്ഞാനത്തിന്റെ മന്ദമാരുതനടിച്ചു വീശുന്ന പ്രദേശമാണ് അവിടം. അവിടെയല്ലേ വഹീകൾ ഇറങ്ങിയത്, അവിടെയല്ലേ സൂറത്തുൽ ബഖറ ഇറങ്ങിയത്. സൂറത്തുൽ ബഖറ 10 കൊല്ലെടുത്തു എന്നാ സൂറത്തുൽ ബഖറ പൂർത്തിയാവാൻ. ഒക്കെ ഇറങ്ങിയത് എവിടെയാ? പരിശുദ്ധ മദീനയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം വരിക പോവുക അങ്ങനെ ഉണ്ട്. എന്തൊരു രസമായിരിക്കും. നമുക്ക് ഇവിടെ തന്നെ ഈ സദസ്സിൽ എത്ര സയ്യിദന്മാരുടെ വന്നു, ഇന്നലെ മിനിഞ്ഞാന്നും അതിൻ്റെ തലേന്നൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ നാളെയും വരുന്നു. ഒരു അതൊരു ബർക്കത്തല്ലേ, അകലാട് പ്രദേശത്തിന് തന്നെ ബർക്കത്താ. ഒരു ഉസ്താദ്മാരൊക്കെ കൊണ്ടുവരണമെങ്കിൽ എത്ര ചിലവുണ്ടെന്നാ, അവരുടെ ഡേറ്റ് കിട്ടണം, പിന്നെ എത്ര ഫോൺ മുർസലൊക്കെ പോയോ പാവോ എത്രയാ വിളിക്കറബേ, ഈ ഡേറ്റ് ഒന്ന് മാറ്റാൻ പറ്റുമോ, ഇലക്ഷൻ വരുമോ, ബുദ്ധിമുട്ടാവോ. ഞാൻ ആലോചിക്കും റബ്ബേ ഈ ഒരു മൂല്യര കാര്യം തന്നെ ഇങ്ങനെ വിളിക്കണമെങ്കിൽ മുർസാദേ നിങ്ങളെ കാര്യം പറയണത്. അപ്പോൾ എത്ര ആൾക്ക് വിളിച്ചിട്ട് വേണം ഈ പരിപാടിയൊക്കെ ഉറപ്പിക്കണമെങ്കിൽ, എത്രയായിരിക്കും എൻ്റെ ടെൻഷൻ. ഉസ്താദ് ഈ നാട്ടുകാരനുമല്ല, ഉസ്താദ് എൻ്റെ അടുത്ത നാട്ടില. ഉസ്താദ് അങ്ങനെ പറഞ്ഞോട്ടെ ഒരു സന്തോഷം കൊണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കി കൊടുക്കട്ടെ. നമുക്ക് അവരൊക്കെ ഒരുപാട് ആളുകളെ ക്ഷണിച്ചത് കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് അവരൊക്കെ വന്നും ദുആ ചെയ്തു പോകൂലേ. അൽഹംദുലില്ലാ, അള്ളാഹു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് എന്നൊക്കെ ദ്വാരക്കുമ്പോൾ നമ്മളൊക്കെ അതിൽ പെടൂലേ. അവരൊക്കെ ദുആ ചെയ്യുമ്പോൾ അതൊക്കെ വലിയ ഭാഗ്യമല്ലേ. അൽഹംദുലില്ലാ. മദീനയിൽ നിന്ന് ആലോചിച്ച് നോക്കി, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു പോകുന്നു. രാവിലെ വന്നു 100 ആയത്ത്, വൈകുന്നേരം വരുന്നു ഒരു 50 ആയത്ത് വേറെ, പിറ്റേന്ന് വരുന്നു ഒരു 10 ആയത്ത് വേറെ കുറച്ച് ഹദീത്തുകൾ, കുറച്ച് ദുആ, ഇങ്ങനെ വരിക പോവുക. അങ്ങനത്തെ ഒരു എന്ത് രസമുള്ള സ്ഥലമാണ് മദീന. നമ്മളവിടെ ഷോപ്പിങ്ങിന് അവിടെ ചെന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്തെങ്കിലുമൊക്കെ കുറച്ച് മദീനയുടെ അജുവേ, കുറച്ച് നല്ല സംസമോ, കുറച്ച് കാരൊക്കെ വാങ്ങാന്നല്ല. അവിടെ നിന്നിട്ട് കുട്ടികളെ കുപ്പായം, കുട്ടികളെ പാൻറ്റും, കുലികളുടെ ടോയ്സും, ഇതിൻ്റെ സ്ഥലമല്ല അത്. നമ്മൾ അതിന് സമയം കളയരുത്. അവിടെ മുത്തുനബി നടന്നുപോയ സ്ഥലമാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്വഹാബുകൾ നടന്നുപോയ സ്ഥലമാണത്. അള്ളാഹു നമ്മുടെ ഹബീബിൻ്റെ കൂടെ നിൽക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് അവർ. നമ്മളെന്നും അല്ലല്ലോ അള്ളാഹു തിരഞ്ഞെടുത്തത്, അവരെയാണ്. അസ്ഹാബ് റസൂലില്ലാ അവരൊക്കെ നിന്ന സ്ഥലമാണത്. പരിശുദ്ധമായ മദീനയാണ്. അവിടെയാണ് ഓരോരോ അത്ഭുതങ്ങൾ നടന്നത്. അവിടെയാണ് പെട്ടെന്നൊരു വലിയൊരു കല്ല് വീഴുന്ന ശബ്ദം കേട്ടു. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അറിഞ്ഞോ എന്താണ് സംഭവിച്ചത്? ഇല്ല നബിയെ, ഞങ്ങളൊക്കെ അത് കേട്ടു. എന്താണത്? തിൽക ഹജറ, ഒരു കല്ലാണത്. റുമിയത് ഫീ ഖഅരി ജഹന്നം മിൻ 70 ഖരീഫ. 70 വർഷമായി നരകത്തിലേക്ക് അല്ലാഹു എറിഞ്ഞൊരു കല്ലിന്റെ കഷ്ണമാണ്. ഇന്നാണത് നരകത്തിന്റെ അടിയിലേക്ക് എത്തിയത്. ആ ശബ്ദമാണ് ഈ മദീനയുടെ ചെവിയിലൂടെ അള്ളാഹു കേൾപ്പിച്ചതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മദീനയിലേക്ക് കേൾക്കാൻ കഴിയും. നരകത്തിലേക്ക് വീണ ഒരു കല്ലിന്റെ ശബ്ദം പരിശുദ്ധ ഹബീബ് പറഞ്ഞുകൊടുത്ത സ്വഹീഹായ ഹദീസാണ്. പെട്ടെന്നൊരു നാറ്റം വരുന്നു, എന്തെന്നില്ലാത്തൊരു ദുർഗന്ധം. നബിയെ, എന്താ നബിയെ ഒരു നാറ്റം വരുന്നത്? യഹൂദുൻ ഇഗ്താബു മിനൽ മുസ്ലിമീൻ, കുറച്ച് ജൂതന്മാരെ അവരുടെ വീടുകളിൽ നിന്ന് മുസ്ലിമീങ്ങളായ ചില ആളുകളെ സംബന്ധിച്ചുള്ള ഗീബത്ത് പറഞ്ഞതാണ്. അതിന്റെ നാറ്റമാണ് വന്നത്. ഈ നാറ്റം മദീനയിലെ അനുഭവിക്കാൻ കഴിയൂ ഹബീബിന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ എന്തെല്ലാം ഗീബത്തുണ്ട്, സർവ്വ വാട്സപ്പ് ഗീബത്തിനല്ലേ അധികവും. അങ്ങനെ പറഞ്ഞു വിടല്ലേ, ഫേസ്ബുക്കിലും അല്ലാതെ ഒക്കെ ആയിട്ട്. കമ്പ്യൂട്ടറൊക്കെ എന്തൊരു നാറ്റം നാറണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ നാറിയിട്ട് എടുക്കാൻ പറ്റുമോ? അതിൻ്റെ ഉള്ളിലൂടെ പറയണതും വരുന്നതും കേൾക്കണതൊക്കെ എന്തൊക്കെയാ, സുബ്ഹാനല്ലാഹ്. പക്ഷേ മദീനയിൽ അതൊക്കെ നടന്നിട്ടുണ്ട്. അതാണ് അത്ഭുതം. ആ മണ്ണ് അങ്ങനത്തെ മണ്ണാണ്.